കഴിഞ്ഞ വർഷം ഔഗേൺ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത മാരാമൺ കൺവെൻഷൻ ഒരു നല്ല പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി വൈറലായിട്ടുള്ള വിശകലനം ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ടായി. അദ്ദേഹം എക്യുമെനിസത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ഒന്നും കൂടി കടമെടുക്കുകയാണ്. എന്താണ് എക്യുമെനിസം? കേരളത്തിൽ എക്യുമെനിസം പറഞ്ഞത് മനസ്സിലാകില്ല. കാരണം കേരളത്തിലെ എല്ലാ മതങ്ങളും സ്നേഹിച്ച് ആദരവോടെ ബഹുമാനത്തോടെ ജീവിക്കുന്ന സമയത്ത് ഔഗേൺ മെത്രാപ്പോലീത്ത സിറിയയിൽ പോയി വന്നപ്പോൾ അവിടെയുള്ള ക്രിസ്തീയ സഹോദരങ്ങളുടെ വേദന അദ്ദേഹം പങ്കുവച്ചു. നിനക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ 4 ഓപ്ഷൻസാണുള്ളത്. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ടാക്സ്, അല്ലെങ്കിൽ മതം മാറുക, അല്ലെങ്കിൽ വീട് വിട്ടു പോകുക. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി ഒരു മെത്രാപ്പോലീത്ത എന്ന നിലയിൽ അദ്ദേഹം പങ്കുവച്ച വേദനകളും പങ്കുവച്ച പ്രസംഗങ്ങളും ഞാൻ ഓർത്തുകൊണ്ട് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. സത്യത്തിൽ കൂട്ടായ്മയുടെ അർത്ഥം മനസ്സിലാക്കാനാണ് ഈ കൺവെൻഷൻ നമുക്ക് വച്ചിരിക്കുന്നത്. കൽദായ സഭയിലെ എല്ലാ അംഗങ്ങളും മെത്രാപ്പോലീത്തമാരും വൈദികരും അവരെല്ലാം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, മുഖാമുഖം കാണുന്നു. ഈ കൂട്ടായ്മകൾക്കെല്ലാം വലിയ ശക്തിയുണ്ട്. കൂട്ടായ്മ നശിക്കുന്നിടത്ത് സഭ തകർന്നു പോകും. ഇന്നെവിടെയെല്ലാം സഭകൾ തകർന്നു പോയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അടിസ്ഥാനം കൂട്ടായ്മകൾ തകർന്നു പോയതാണ്. ലോകത്ത് എല്ലാ സ്ഥലത്തും ക്രിസ്തീയ സഭകൾ ഒന്നാണെന്ന് പറയുന്നത്. അംഗസംഖ്യയുടെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിലും നമ്മൾ ഒന്നാണെന്ന് പറയുന്നത്. തൃശ്ശൂരെടുത്താൽ തൃശ്ശൂരിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്രിസ്ത്യാനിയുടെ കയ്യിലായിരിക്കും. മെഡിക്കൽ കോളേജ് എടുത്താലും അതും ക്രിസ്ത്യാനിയുടെ കയ്യിലായിരിക്കും. സാമ്പത്തിക മേഖലകളെല്ലാം പരിശോധിച്ചാൽ കടയാണെങ്കിലും കച്ചവടമാണെങ്കിലും സമ്പത്താണെങ്കിലും ക്രിസ്ത്യാനിയുടെ കയ്യിലാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചാൽ, സത്യത്തിൽ ക്രിസ്ത്യാനി വളരുകയാണോ തളരുകയാണോ? ഇന്ന് പിതാവിനോട് ഞാൻ ചോദിച്ചു, പിതാവേ, ഈ തൊപ്പിയില്ലാത്ത അച്ഛന്മാരിൽ ചിലരുടെ ബെൽറ്റിന് വണ്ണം കൂടുതലുണ്ട്, ചിലരുടെ വണ്ണം കുറവാണ്, ഇതെന്താ ഇതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചെമ്മാച്ചന്മാരാണ് ഈ ചരടിൻ്റെ വ്യത്യാസം പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എത്ര പേരെ പഠിക്കാനുള്ളത്? നെടുവീർപ്പോടെ അദ്ദേഹം പറഞ്ഞു, MSOTയിൽ നിന്ന് കഴിഞ്ഞ ഒരാൾ ഇപ്പോൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അദ്ദേഹം അത് മാറിയിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് പോകാൻ ആളില്ല. ഇപ്പോൾ സ്നേഹമുള്ളവർ, സഭ വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുടുംബങ്ങൾ വളരണം. സഭ നിലനിൽക്കുന്നത് കുടുംബത്തിലാണ്. കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് സഭ. അപ്പോൾ കുടുംബം എന്ന് പറയുന്നതോ വ്യക്തികളുടെ കൂട്ടായ്മയാണ് കുടുംബം. വ്യക്തി എന്ന് പറയുന്നതോ ആ വ്യക്തിക്ക് ഉറപ്പും ആ വ്യക്തിയുടെ ജന്മത്തെക്കുറിച്ചുള്ള വ്യക്തിത്വവും ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് കുടുംബം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയുള്ള കുടുംബങ്ങളെ സഭയിലുണ്ടാകുകയുള്ളൂ. ആ സഭയിൽ അതാണ് ലോകത്തിന് വെളിച്ചവും പ്രകാശവുമായിട്ട് തീരുന്നത്. എന്നാൽ ഇന്ന് സഭയ്ക്ക് അതിൻ്റെ നിലനിൽപ്പ് വിശ്വാസമാണെന്ന് പറഞ്ഞാലും സഭ ആശ്രയിക്കുന്നത് പ്രസ്ഥാനത്തെയാണ്. സഭയുടെ ശക്തി പ്രസ്ഥാനമല്ല. നമ്മുടെ കോളേജുകളോ നമ്മുടെ സ്കൂളുകളോ നമ്മുടെ എണ്ണങ്ങൾ കൊണ്ടാണ് സഭ നിലനിൽക്കുന്നത് വിശ്വസിക്കരുത്. പണ്ട് ആ മുക്കുവന് കർത്താവ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, ഈ വിശ്വാസത്തിൻ്റെ മേൽ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ സാധിക്കുകയില്ല. സ്വർഗത്തിൻ്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നീ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെടും, നീ തുറന്നാൽ അത് തുറക്കപ്പെടും. കോളേജും സ്കൂളും എൻജിനീയറിങ്ങും ഒന്നുമില്ലാതിരുന്ന കാലത്ത്, വിദ്യാഭ്യാസം പോലും യഥാർത്ഥത്തിൽ ഉണ്ടാകാതിരുന്ന കാലത്ത് സഭ തളർന്നില്ല. വിശ്വാസത്തിൻ്റെ പേരിൽ നീറോ ചക്രവർത്തിയുടെ മുമ്പിലോ പണത്തിൻ്റെ മുമ്പിലോ സ്വാധീനത്തിൻ്റെ മുമ്പിലോ എന്തിനേറെ പറയുന്നു, എത്രയോ പീഡനങ്ങൾ ഉണ്ടായിട്ടും സഭ തളർന്നില്ല. സഭയ്ക്കന്ന് പ്രസ്ഥാനം കൊണ്ടായിരുന്നില്ല. ഇന്ന് സഭ വളർന്നു എന്ന് പറയുന്നത് പ്രസ്ഥാനമാണ്. പ്രസ്ഥാനത്തിന് ദോഷം വരുമ്പോഴാണ് സഭയ്ക്ക് ദോഷമോ ക്രിസ്തുവിന് ദോഷം വന്നാലും നമുക്ക് വിഷയമല്ല. പ്രസ്ഥാനം തകരരുത്, തളരരുത്. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ അധപ്പതിച്ചു പോകുന്നത്?
കേരളത്തിൽ ഹൈന്ദവ സമൂഹമുണ്ട്, ഇസ്ലാം സമൂഹമുണ്ട്, ക്രൈസ്തവ സമൂഹമുണ്ട്. ക്രിസ്ത്യാനികളെക്കുറിച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും പള്ളികളുണ്ട്, ആസ്ഥാനങ്ങളുണ്ട്. എല്ലാ ജില്ലകളിലും ക്രൈസ്തവ സഭയ്ക്ക് മന്ദിരങ്ങളുണ്ട്, അതോടൊപ്പം സ്ഥാപനങ്ങളുമുണ്ട്. ഇനി കേരളത്തിൻ്റെ കുടുംബം ഒന്നെടുക്കുക. ഞാൻ ധ്യാനകേന്ദ്രത്തിലൊരു അച്ഛനായതുകൊണ്ട് ചോദ്യം ചോദിക്കും, ക്ഷമിക്കണം, നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞ് സഹായിക്കണം. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ മക്കളില്ലാത്ത ദമ്പതികളുടെ എണ്ണം മറ്റ് മതങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ? ഇച്ചിരി കൂടി സിമ്പിളായി പറഞ്ഞാൽ, ഒരു ഹൈന്ദവൻ്റെ, ഒരു മുസൽമാൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ 3 കൂട്ടായ്മകൾ എടുത്തു കഴിഞ്ഞാൽ മക്കളില്ലാത്ത ദമ്പതികളുടെ എണ്ണം കൂടുതലുള്ളത് ഏത് സഭാ സമൂഹം അല്ലെങ്കിൽ ഏത് മതവിഭാഗത്തിനാണ്? നിങ്ങളെന്താ അഭിപ്രായം പറയുന്നത്? പിതാക്കന്മാരായിരുന്നത് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ധ്യാനിച്ച് കുറിച്ചിട്ടാൽ മതി. രണ്ടാമത്തെ കാര്യം, ഇത്രയും മതങ്ങൾ, ഇത്രയും സഭകൾ, ഇത്രയും കൗൺസിലിംഗ് സെൻ്ററുകൾ, ഇത്രയും ധ്യാന കേന്ദ്രങ്ങൾ, ഓരോ സഭയ്ക്ക് എന്തോരം ധ്യാന കേന്ദ്രങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത്രയും ധ്യാന കേന്ദ്രം ഉണ്ടായിട്ടും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവാഹമോചനം അഥവാ ഡൈവേഴ്സ് കൂടുന്നോ കുറയുന്നോ? അതിനും ആൻസർ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറിച്ചിട്ടുവിടുക. ഇനി അതും ബുദ്ധിമുട്ടാണെങ്കിൽ കേരളത്തിൽ ഇനിയിപ്പോൾ ഓരോ ജില്ലയിലും ഓരോ കുടുംബ കോടതിയുണ്ട്. കോട്ടയത്തുള്ളത് ഏറ്റുമാനൂരാണ്, തൃശ്ശൂരുള്ളത് എനിക്കറിയത്തില്ല, പോയി ഒന്ന് അന്വേഷിക്കണം. പഞ്ചായത്തിൽ പോയിട്ട് നേരത്തെ ചോദിച്ചതിനുള്ള മറുപടിയും കിട്ടും. മക്കളില്ലാത്ത ദമ്പതികളുടെ പള്ളിയിൽ പോയാൽ അന്വേഷിച്ചാൽ കിട്ടും. വ്യക്തിത്വവും വ്യക്തിത്വ വികാസനവും നഷ്ടപ്പെട്ട മക്കളുടെ എണ്ണം ഇന്ന് കേരളത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ മക്കൾ, കൂടുതലാണോ കുറവാണോ? നമ്മുടെ സഭകളിൽ, എനിക്കിപ്പം കൽദായ സഭയെക്കുറിച്ച് എനിക്കറിയത്തില്ല, യാക്കോബായ സഭയിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ആണുങ്ങളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. 40 കഴിഞ്ഞാലും ഒരു നല്ല ഒലക്കയിൽ ഒരു സാരി ചുറ്റിയാൽ കെട്ടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇവിടുത്തെ സ്ഥിതി എനിക്കറിയത്തില്ല. നോക്കിയിട്ട് പെണ്ണുങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ആണുങ്ങൾ രക്ഷപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവിടെയൊന്നും അങ്ങനെയല്ല, കിട്ടാനില്ല. പക്ഷെ എന്തോരം പിള്ളേരാണെന്നറിയോ ഓരോ മാസങ്ങളിലും ഓരോ മതങ്ങളിലേക്ക് മാറി, വിശ്വാസം മാറി പോകുന്നത്. ക്രിസ്തീയ കുടുംബത്തിൽ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിൽ മതം മാറി അവൻ ഏതെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇനി 5ഓ 8ഓ പ്രസവിച്ചാൽ നട്ടലിനും വേദനയില്ല, നടുവിനും വേദനയില്ല. അഥവാ ഇനി ഒന്ന് ഉപേക്ഷിച്ചാലും പരാതിയില്ല. ഇപ്പം നമ്മുടെ സമൂഹം വളരുന്നുവോ തളരുന്നുവോ? പ്രസ്ഥാനങ്ങളല്ല സഭയെ വളർത്തുന്നത്, വിശ്വാസമാണ്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? ക്രിസ്തീയ സഭയ്ക്ക് ഈ ഭൂമിയിൽ ഒറ്റ വിശ്വാസമേ ഉള്ളൂ. അത് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള പ്രഖ്യാപനം, അതിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണം, അതിൻ്റെ അടിസ്ഥാന കൂദാശകൾ, അതിൻ്റെ അടിസ്ഥാനമാണ് വചനം. വചനത്തെക്കുറിച്ച് വചനം തന്നെ പറയുന്നുണ്ട്, ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പ്രഘോഷിക്കാനാണ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ അവൻ ദൈവമാണ്. അവൻ ദൈവമാണെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് അവനെ നോക്കി പഠിക്കണം. വഴി, സത്യം, ജീവൻ, ഞാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജന്മത്തെക്കുറിച്ച്, ഒരു ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ നോക്കാത്തവൻ അവന് വിശ്വാസത്തിലല്ല, പ്രസ്ഥാനത്തിലാണ് വളരുന്നത്. അവൻ്റെ വളർച്ച പ്രസ്ഥാനങ്ങൾക്കൊരു പരിധി വിട്ടുകഴിഞ്ഞാൽ അതെല്ലാം തളർന്ന് തരിപ്പണമാകും. ചരിത്രം പഠിപ്പിക്കുന്നതാണത്. ഓരോ കാലഘട്ടത്തിലും ഓരോ മൂവ്മെൻറ്റുകളും ഓരോ ചരിത്രങ്ങളും ഉണ്ടാകും. അതെല്ലാം അതൊരു എക്സ്ട്രീം ലെവലെത്തിയതിന് ശേഷം അതൊക്കെ താഴോട്ട് പോകും. പിന്നീട് അത് സ്മാരകങ്ങളായി നിൽക്കും. അത് ഓരോ രാജ്യത്തും അതിൻ്റേതായ ഓർമ്മകൾ, അത് ചരിത്രത്തിൻ്റെ ഭാഗമായി, സ്മരണകളായി, തിരുശേഷിപ്പുകളോ ചരിത്ര സ്മാരകങ്ങളോ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പുകളായിട്ട് അത് ഏറ്റെടുക്കും. അത് ചരിത്രത്തിൻ്റെ മാറ്റത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസം ഉള്ളവൻ അവന് മരണമില്ല, അവൻ എന്നേക്കും നിലനിൽക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ജീവിക്കുന്ന സമയം മാത്രമല്ല, മരിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രത്യാശയുള്ള, പ്രതീക്ഷയുള്ള ഒരു ജീവിതം ഈ ക്രിസ്ത്യാനിക്ക് കിട്ടിയിട്ട് പിന്നെ എന്തുകൊണ്ട് അവൻ്റെ കുടുംബം തകരുന്നു? അവൻ എന്തുകൊണ്ട് അവൻ തളർന്നു പോകുന്നു? അതിനൊറ്റ ഉത്തരമേ പറയാനുള്ളൂ. ഈ ഭൂമിയിൽ എനിക്ക് ലഭിച്ച ജന്മം അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് വിശ്വസിക്കാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കാത്തിടത്തോളം കാലം അവനും അവനായിരിക്കുന്ന സമൂഹവും തകർന്നു പോകുമെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം.
സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ജന്മത്തിൽ ഒരു വിശ്വാസമുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ വളർച്ചയാണ് കുടുംബം, ഒരു കുടുംബത്തിൻ്റെ വളർച്ചയാണ് സഭ, ആ സഭയുടെ വളർച്ചയാണ് ദൈവത്തിൻ്റെ മഹത്വമായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ആരംഭിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജന്മത്തിൽ അവൻ്റെ ഡിഗ്നിറ്റിയെക്കുറിച്ചുള്ള അവൻ്റെ ബോധ്യമാണ്. നമ്മൾ എത്ര പേര് എഴുന്നേറ്റ് ദൈവമേ ഈ ഭൂമിയിൽ എനിക്കൊരു ജന്മം നൽകിയല്ലോ, നന്ദിയുണ്ടെന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ നേരത്ത് പറയും, ഒന്ന് ചത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് മരിച്ചാൽ മതി, ഒന്ന് അടങ്ങിയാൽ മതി. ഏതെല്ലാം തരത്തിലെ മരണം ആഗ്രഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് ആക്സിഡൻ്റ് ആയാലും കുഴപ്പമില്ല, ആത്മഹത്യ ആയാലും കുഴപ്പമില്ല. ഈ ഭൂമിയിൽ ദൈവം തന്ന സ്വപ്നം അത് പൂർത്തീകരിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. സെമിത്തേരിയിൽ കബറടങ്ങിയതുകൊണ്ടോ പള്ളിയുടെ മാമോദീസ് തൊട്ടിയിൽ വെള്ളം വീണതുകൊണ്ടൊന്നും നമുക്ക് ഈ ഭൂമിയിൽ ജീവിതം പൂർണ്ണമാകില്ല. ഒരു ക്രിസ്ത്യാനിയെ അവനെ കണ്ടാൽ അവന് പ്രത്യാശയുണ്ടാകണം. എത്രയോ നീറോമാർ തലകുനിച്ചു പോയത് എപ്പോഴാണ്? നിന്നെ കൊല്ലാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഞാൻ ജീവിക്കുന്ന, ഞാൻ കാണുന്ന, എനിക്കൊരു ജീവിതമുണ്ടെന്ന പ്രത്യാശയിൽ ജീവിച്ച നമ്മുടെ പിതാക്കന്മാരാണ് ഈ സഭയുടെ അടിസ്ഥാനം. ഇന്നീ കാലഘട്ടം നമ്മളെയാണ് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. 25 വർഷം കഴിഞ്ഞ് കൽദായ സഭയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ? നമ്മൾ നാളത്തെ നമ്മുടെ സഭയെ കാണുന്നു, നമ്മുടെ കുടുംബത്തെ കാണുന്നു, നമ്മുടെ ജന്മത്തെ കാണുന്നു. നമ്മുടെ ജന്മത്തെ നമ്മൾ നിഷേധിക്കുന്നത് കൊണ്ടാണ് ഇന്ന് വിവാഹം എന്ന് പറയുന്ന കൂദാശ ഇന്ന് എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും പിന്നീട് മതി എന്ന് പറയാൻ കാരണം. ജോലിയാവട്ടെ, ജീവിതമാകട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു നിലയിലെത്തട്ടെ. ജന്മത്തെ സ്വയം കുറ്റപ്പെടുത്തുന്നവൻ അവൻ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ദോഷമാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നാണ് ദൈവം പറഞ്ഞത്. യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം. ആ തിരുവചനം നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നറിയാൻ ഒന്നെങ്കിൽ വാരഫലം നോക്കും, അല്ലെങ്കിൽ ജന്മനക്ഷത്രം നോക്കും. ക്രിസ്ത്യാനിയാണ് നമ്മൾ. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം നമുക്കില്ലാത്തതുകൊണ്ട് എന്തിനാണ് ജീവിക്കുന്നത് പോലും നമ്മൾ മറന്നുപോയി. എൻ്റെ അടുത്തൊരു ചോദ്യം, നിങ്ങൾ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഈ ഭൂമി ജീവിക്കുന്നത്? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും വന്നിട്ട് പറയും, മോളെ കെട്ടിച്ചു വിട്ടാൽ സമാധാനമായി, ലോട്ടറി അടിച്ചാൽ സമാധാനമായി, പിന്നെ ആ കല്യാണം ഒന്ന് മുടങ്ങിയ സമാധാനമായി, മക്കൾക്ക് കൊച്ചുണ്ടായ സമാധാനമായി. ജീവിതത്തിലെ കുറേ നേട്ടങ്ങളുടെ അവസാനം സമാധാനം സമാധാനം എന്ന് പറയുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. സത്യത്തിൽ നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ സമാധാനം തരാൻ ഈ ഭൂമിയിൽ ദൈവം മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റാരും ഈ ലോകത്ത് വാഗ്ദാനം ചെയ്തിട്ടില്ല സമാധാനം. എൻ്റെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സമ്പത്തിൻ്റെ കാര്യമൊന്നും കർത്താവ് ഓഫർ ചെയ്തിട്ടില്ല. സത്യത്തിൽ നമ്മളെക്കാൾ ദരിദ്രനാണ് കർത്താവ്. നമ്മളൊക്കെ നല്ല ഒന്നാന്തരം ആശുപത്രിയിൽ പിറന്നു. കർത്താവ് ആണെങ്കിൽ പിറന്നത് ഒന്നാന്തരം പുൽത്തൊഴുത്തിൽ. ആശുപത്രിയിൽ കിടന്നവൻ പുൽത്തൊഴുത്തിൽ കിടന്നവനോടാണ് പറയുന്നത് വല്ലതും തരണമെന്ന്. കർത്താവ് വാഗ്ദാനം ചെയ്ത് പണമല്ല. പണത്തിന് വേണ്ടിയാണ് ക്രിസ്ത്യാനി ജീവിക്കുന്നെങ്കിൽ അവൻ്റെ ജീവിതം തീർന്നു. അവൻ ജീവിക്കേണ്ടത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അവന് പണമില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും ജീവിതത്തിലൊന്നുമില്ലെങ്കിലും അവൻ്റെ പ്രത്യാശ, അവൻ്റെ പ്രതീക്ഷ ക്രിസ്തുവാണ്. ആ പ്രതീക്ഷ ഇന്ന് ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടത് ക്രിസ്ത്യാനിയാണ്. അത് വളരെ അത്യാവശ്യവുമാണ്. രാഷ്ട്രീയം നോക്കാൻ നേരത്ത് പറയും, കേരളത്തിൻ്റെ ഭാവി എന്താണ്? കോടിക്കണക്കിന് രൂപ കടം. ഇന്ത്യയുടെ ഭാവി എന്താണ്? കോടിക്കണക്കിന് കടം. ബാങ്ക് നോക്കിയ പ്രശ്നം, കാലാവസ്ഥ നോക്കിയ പ്രശ്നം, കൃഷി നോക്കിയ പ്രശ്നം, എല്ലാം പ്രശ്നമാണെങ്കിലും അതിലൊന്നും പ്രശ്നമല്ല ക്രിസ്തീയ ജീവിതമെന്ന് പറയാൻ ക്രിസ്ത്യാനിയായി നമ്മളെ കൊണ്ട് പറ്റൂലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ദൈവം ഇനി ആരെ തിരഞ്ഞെടുക്കും? മരണത്തെ തോൽപ്പിച്ച് ഈ ഹാശാഴ്ചയൊക്കെ അതിനാണ് ശുശ്രൂഷ നടത്തുന്നത്. ക്രിസ്ത്യാനിക്കൊരു മരണമില്ല, മരണാനന്തര ജീവിതമുണ്ട്. മരണത്തിൽ പോലും മനുഷ്യൻ തോക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്ന, വിശ്വസിക്കുന്ന, ഏറ്റുപറയുന്ന ക്രിസ്ത്യാനിക്ക് മരണത്തെയും ഭയമാണ്. മരണാനന്തര ജീവിതമുണ്ടെന്ന് പോലും വിശ്വസിക്കുന്നില്ല. വിശ്വാസ പ്രമാണത്തിലൊരു പ്രഖ്യാപനമാണ്,
മാമോദീസ, അതിനുശേഷം ഒരു മരിച്ചവരുടെ ഉയർപ്പ്, അതിൽ വരുവാനിരിക്കുന്ന ലോകം നോക്കി പാർത്തിരിക്കുന്നു. ഞാൻ മരിക്കുമെന്നും മരിച്ചു കഴിഞ്ഞാൽ നാളെ ദൈവം എന്നെ ഉയർപ്പിക്കുമെന്നും ആ ഉയർപ്പിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ടെന്നും വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി, വിശ്വാസ പ്രമാണത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈ ഭൂമി കിടന്ന് ഈ കളി കളിക്കുമോ? ചൊല്ലുന്നതിലും പറയുന്നതിലും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനി സമൂഹം, അത് ഏത് സഭയാണെങ്കിലും, താഴോട്ട് പോകാനുള്ള കാരണം. സ്നേഹമുള്ളവരെ, അവനവൻ്റെ ജന്മത്തെക്കുറിച്ച് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. എന്തിനെ ഈ ഭൂമി ജീവിക്കുന്നുവെന്ന് നീ ചോദിക്കുമ്പോൾ നിൻ്റെ ജീവിത പങ്കാളിക്കും നിൻ്റെ മക്കൾക്കും അതിന് തന്നെ മറുപടി പറയാൻ പറ്റുകയുള്ളൂ. ഈ ഭൂമിയിലൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞു. മക്കളുടെ മാതാപിതാക്കളുടെ സമീപനം എന്താണ് ഒരു ജന്മത്തെക്കുറിച്ച്? സത്യത്തിൽ ഈ ലോകത്ത് മൃഗങ്ങളുണ്ട്, മതങ്ങളുണ്ട്. ക്രിസ്തീയ സമൂഹത്തെ പോലെ ജന്മത്തെ നിഷേധിക്കുകയും ജന്മത്തെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഈ ഭൂമിയിൽ വേറെയില്ല, ഒരു സമൂഹത്തിനിടയിലില്ല. ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പനും അമ്മയും. കുഞ്ഞുണ്ടായി കഴിഞ്ഞു കാലങ്ങൾക്ക് ശേഷം അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടം നടക്കുന്നില്ലെങ്കിൽ പറയും, എൻ്റെ ദൈവമേ, ഏത് സമയത്ത് ഇത് ഉണ്ടായതാണ്? ഇതെന്തിനു വേണ്ടി ഉണ്ടായതാണോ? ആർക്ക് വേണ്ടി ഉണ്ടായതാണോ? ജന്മം കൊടുത്ത അമ്മയാണ് കുഞ്ഞിനോട് ചോദിക്കുന്നത്. ഇനി വേറൊരു തമാശ എന്നാന്ന് വെച്ചാൽ, ശാസ്ത്രം നമുക്കറിയാം, അതോടൊപ്പം ബയോളജിക്കൽ സയൻസിൻ്റെ കാര്യങ്ങളും നമുക്കറിയാം, ഈ ഭൂമിയിൽ കുഞ്ഞുണ്ടാകുന്ന കണക്കും നമുക്കറിയാം. ഒരമ്മ, പ്രസവിക്കാൻ പോകുന്ന ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താലും തൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടെന്നുള്ള വിവരം ആ അമ്മയ്ക്ക് മനസ്സിലാകണമെങ്കിൽ മിനിമം 15 ദിവസം കഴിയണം. അതിൻ്റെ അർത്ഥം ഒരമ്മയോടും ഒരു ചോദ്യം ചോദിച്ചിട്ടല്ല ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞിനെ വിടുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ എന്തിനാണ് അപ്പ എനിക്ക് ജന്മം നൽകിയതെന്നും എന്തിനാണ് അമ്മ എന്നെ പ്രസവിച്ചതെന്നും ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ചോദിക്കാൻ അവകാശമില്ല. കാരണം പ്രസവിച്ച അമ്മയ്ക്ക് അറിയില്ല, ജന്മം കൊടുത്ത അപ്പനറിയില്ല ഉദരത്തിൽ കുഞ്ഞുണ്ടെന്നുള്ളത്. അതോടൊപ്പം നിങ്ങൾ ഇത്രയും പേരിരിപ്പുണ്ട്, നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചായിരുന്നോ നിങ്ങളുടെ അപ്പൻ ഇന്ന ആളാണ്, നിങ്ങളുടെ അമ്മ ഇന്ന ആളാണ് ചോദിച്ചായിരുന്നോ? ചോദിച്ചവരുണ്ടെന്ന് കൈവെക്കാമോ? ആശ്വാസമായി. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഉത്തരവ് നിങ്ങൾക്കറിയാം. ഈ ഭൂമിയിലേക്ക് നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ, അത് ആരാണെന്ന് തിരഞ്ഞെടുത്തത് അപ്പനുമല്ല അമ്മയുമല്ല നിങ്ങളുമല്ല, പകരം ദൈവമാണെങ്കിൽ പിന്നെ അപ്പനോട് എന്തിനാ ചോദിക്കുന്നേ എന്നെ എന്തിനാ സൃഷ്ടിച്ചതെന്ന്? അമ്മയോട് എന്തിനാ ചോദിക്കുന്നേ എന്നാ കണ്ടിട്ടാ ഉണ്ടാക്കിയത് പ്രസവിച്ചത് എന്ന് നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? ഈ ഭൂമിയിൽ ഇങ്ങനെ ചോദിക്കുന്ന ഒരേ ഒരു വർഗം നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു വ്യക്തിയും ചോദിക്കത്തില്ല. സഭയെക്കുറിച്ച് ചോദിക്കും, ഞാൻ വ്യക്തിയുടെ കാര്യം പറഞ്ഞു, കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു. ജന്മത്തെക്കുറിച്ച് കുടുംബത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണെങ്കിൽ സഭയിൽ എന്തായിരിക്കും സ്ഥിതി? വിവാഹം കഴിപ്പിച്ച് ആശീർവാദം കൊടുക്കുമ്പോൾ പറയും, അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ മക്കളുണ്ടായിക്കോട്ടെ. മൂന്നാമത്തെ കുഞ്ഞെങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതാണ്ട് അബദ്ധം പറ്റിയതുപോലെ ഒരു നോട്ടം നോക്കിയിട്ട് പറയും, നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കും. മൂന്നാമത്തെ ഒരു കുഞ്ഞ് വേണമെന്ന് പറയാൻ നേരത്തെ പറയും, പള്ളിയിലച്ഛനത് പ്രസംഗിക്കാൻ പറ്റും, മക്കളെ വളർത്താനുള്ള കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ എന്ന് പറയും. എന്തിനീ സഭയെ ജനിച്ചു? എന്തിനീ ദൈവത്തിൽ ജനിച്ചു? അടുത്തിടെ പ്രീ മാരേജ് കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പെങ്കച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവിൻ്റെ കൽപ്പന 10, അച്ഛൻ്റെ കൽപ്പന 10, സഭയുടെ കൽപ്പന 10, മൊത്തം 30 കൽപ്പനയും ചോന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊന്നുമില്ലാതെ എത്രയോ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ മക്കൾ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തവണ്ണം ജന്മത്തെയും ജീവിതത്തെയും ഇന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകാൻ നേരത്തെ എന്നെ വേദനിപ്പിക്കുന്ന കുറേ ചിന്തകളുണ്ട്. ഞാനെപ്പോഴും ചോദിക്കാറുണ്ട് കർത്താവിനോട്, എന്താ കർത്താവ് ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഡൈവേഴ്സ് ഇങ്ങനെ വരാൻ കാരണം? എന്താണ് ക്രിസ്ത്യാനിയുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആവാനുള്ള കാരണം? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ഡൈവേഴ്സ് വരുന്നതിൻ്റെ കാരണം? കുഞ്ഞുങ്ങളുടെ പ്രതിസന്ധിയാണ്, അല്ലാതെ അപ്പൻ്റെ അമ്മയുടെ മാത്രമൊന്നുമല്ല. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കെയർ ചെയ്യാൻ പറ്റുന്നില്ല, പൊസസീവ് നേച്ചറാണ്,
തന്നിഷ്ടം നടക്കണം, സ്വന്തം ഇഷ്ടമില്ല. പഴയ കാലത്ത് അങ്ങനെയല്ല, ഷെയർ ചെയ്യാൻ പറ്റും, കെയർ ചെയ്യാൻ പറ്റും, ടോളറൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ പിള്ളേർക്ക് അതൊന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളെപ്പോഴെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ? മിനിങ്ങാന്നും കൂടി ധ്യാന കേന്ദ്രത്തിൽ വന്ന ഒരു വ്യക്തി പറഞ്ഞു, പള്ളിക്ക് കൊടുക്കാണ്ടൊക്കെ കൊടുത്തു, ദേവാലയത്തിന് കൊടുക്കാണ്ട് വഴിപാടുകളും കൊടുത്തു, പണവും കൊടുത്തു, ധ്യാനം നടത്തി പറഞ്ഞ എല്ലാ പിഴകളും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രായശ്ചിത്തങ്ങളും ചെയ്തു. ഞങ്ങൾ പള്ളിയിൽ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് എന്തേ മക്കളുണ്ടാകാത്തത്? ഞാനും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വളരുന്ന വ്യവസായം എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലാണ്. നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കണം. ഒരു 10-20 വർഷമായിട്ടുള്ളൂ കൂട് പോലെ ഇത് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തോരം കാശുകളാണ് മുടക്കുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ പറയുന്നൊരു പ്രതിസന്ധി വന്നാൽ ആദ്യത്തെ ഉത്തരം ഒന്നുകിൽ പറയും ശാപമാണ്, അല്ലെങ്കിൽ പറയും പാപമാണ്, അല്ലെങ്കിൽ പറയും ബന്ധനമാണ്, അല്ലെങ്കിൽ പറയും സമയമാണ്, അല്ലെങ്കിൽ പറയും ഭാഗ്യം, അല്ലെങ്കിൽ ഭാഗ്യദോഷം, അല്ലെങ്കിൽ എന്തെല്ലാം മറുപടികൾ മനുഷ്യൻ കണ്ടെത്തുന്നു. മക്കളില്ലാത്ത ദമ്പതികളല്ലേ പാപത്തിൻ്റെ ഇരകളാണെന്ന് പഠിപ്പിച്ചാൽ ബൈബിളൊന്നും നമ്മൾ വായിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. എലിസബത്തും സക്കറിയ പുരോഹിതനും ജീവിച്ചപ്പോൾ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. പക്ഷെ അവരെക്കുറിച്ച് പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരായിരുന്നു, നീതി കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു. പക്ഷെ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവം അവരെ അതിന് അനുവദിച്ചത്? അനുവദിച്ചതിനൊറ്റ കാരണമേ ഉള്ളൂ. ആ കാരണം മറിയം എന്ന വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു മറുപടിയായിരുന്നു. മറിയം സ്വർഗത്തിൽ നിന്ന് കുഞ്ഞിനെ സ്വീകരിക്കുമെന്ന് മാലാഖ അറിയിച്ചപ്പോൾ പലപ്പോഴും ഒന്നും മിണ്ടാതിരുന്ന മറിയം ഇടയ്ക്ക് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ദൂത, സ്വർഗത്തിൽ ആണും പെണ്ണും ഇല്ലാതെ മക്കളുണ്ടാവുമായിരിക്കും, പക്ഷെ ഭൂമിയിൽ അങ്ങനെയല്ല, സ്ഥിതി വ്യത്യാസമുണ്ട്. അപ്പോൾ മറിയത്തോട് പറഞ്ഞൊരു ആൻസറാണ്, ഇതാ കുടുംബജീവിതത്തിൻ്റെ ബന്ധം വഴിയാണ് മക്കളുണ്ടാകണമെങ്കിൽ സക്കറിയ പുരോഹിതനും എലിസബത്ത് നല്ല പ്രായമുള്ള സമയത്ത്, നല്ല കൊച്ചുങ്ങൾ, നല്ല ചെറുപ്പമായിരുന്ന സമയത്ത് എല്ലാ ബന്ധവും കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ മക്കളുണ്ടായില്ല. ഇപ്പോൾ പ്രായം കഴിഞ്ഞു, ഇപ്പോൾ മക്കളുണ്ടാകാനുള്ള സാധ്യതയില്ല, അപ്പോൾ ദേ മക്കളുണ്ടായിരിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതി സത്യത്തിൽ എലിസബത്തും സക്കറിയ പുരോഹിതനും മറിയത്തിന് ഒരടയാളമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ, ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തീയ കുടുംബങ്ങൾ തകരുന്നുണ്ടെങ്കിൽ അതൊരടയാളമാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതൊരടയാളമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മക്കൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരടയാളമാണ്. അടയാളം കണ്ടുപിടിക്കുന്നില്ല എങ്കിൽ ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും അടയാളങ്ങൾ കണ്ടുപിടിക്കാത്ത സമൂഹം നഷ്ടപ്പെട്ടു പോകും. അത് ചരിത്രത്തിൽ നിന്ന് നാമാവശേഷമായി പോകും. എന്താണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തരുന്ന അടയാളങ്ങൾ? ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ച ചോദ്യത്തിലൊന്ന്, മക്കളില്ലാത്ത ദമ്പതികൾ കർത്താവെ എന്തുകൊണ്ടാണ് കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നത്? പലപ്പോഴും ഈ ചോദ്യം ഞാൻ ദൈവത്തോടും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ പേരാണ് വഴിപാടുകളും പ്രാർത്ഥനകളുമായിട്ട് വരുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞൊരു മറുപടി ഞാൻ പറയാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിസ്സഹായാവസ്ഥനാണ് ഈ കാര്യത്തിൽ. ഈ ഭൂമിയിൽ ഈ മനുഷ്യ മക്കളും സ്വർഗത്തിലെ മക്കളും എന്നെ തോൽപ്പിക്കുകയാണ്. ഓരോ ജന്മവും ദൈവസന്നിധിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. എസെക്കിയേൽ 18:3 ആത്മാവും ജീവനും ദൈവത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ മടിയിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വലിയ കൊതിയാണ് ഭൂമിയിലേക്കൊന്ന് വരാൻ. അവരപ്പനോട് ചോദിക്കും, പിതാവേ ഞങ്ങളൊന്ന് ഭൂമി പോട്ടെ. കാര്യം എന്താണെന്നറിയാമോ? ദൈവം സ്ഥാപിച്ച മുഴുവൻ സംവിധാനങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ പുണ്യജീവിതം നയിച്ചവർ മുഴുവൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ മാലാഖമാർ അവരെല്ലാം മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്തിനേറെ ദൈവം പോലും ഈ ഭൂമിയിൽ ഏറ്റവും നല്ലൊരു ജന്മം മനുഷ്യനായെടുത്ത് അവൻ ദൗത്യം പൂർത്തീകരിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറയുകയാണ്, പ്ലീസ് ഒരവസരം താ, എനിക്കൊന്ന് ഭൂമിയിൽ പോയി ഒരു ജന്മം കിട്ടാൻ ഞാൻ കൊതിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ 1-2 ഉദാഹരണം ചോദിക്കട്ടെ. ഞാൻ
എൻ്റെ സ്വന്തം വീട് വയനാട്ടിലാണ്. വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് തൃശ്ശൂർ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. എനിക്ക് അത്യാവശ്യമായിട്ട് പൈസ വേണം. കയ്യിൽ രൂപയായിട്ടൊന്നുമില്ല. ഞാൻ ഒരു ATM കൗണ്ടറിൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്നു. അവിടെ 2-3 ബാങ്കിൻ്റെ ATM കൗണ്ടറുണ്ട്. SBIയുടെ ഉണ്ട്, അതുപോലെ കുറേ ATM കാർഡുണ്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കാൻ നേരത്ത് ചില ATM കൗണ്ടറിലേക്ക് കയറി കഴിഞ്ഞാൽ ആളുകൾ കാർഡ് ഇടുന്നു, സംഗതി പെട്ടെന്ന് പൈസ കിട്ടുന്നു, ഇറങ്ങിപ്പോകുന്നു. ചിലതിൽ ആളുകൾ കയറിയിട്ട് കുറേ മുട്ടിയിട്ട് പോരുക, മെഷീനിട്ട് ഒരു ഇടിയൊക്കെ ഇടിച്ചു കൊടുക്കുക, പല ഞെക്കുക, കാർഡും കിട്ടുന്നില്ല, കാശും കിട്ടാതെ ഇരുന്ന് വേർക്കുന്നതും കാണുന്നുണ്ട്. കാര്യം ആ ക്യൂവിൽ കാര്യമായിട്ട് ആളില്ല. പക്ഷേ മറ്റേ ക്യൂവിൽ ഇഷ്ടംപോലെ ആളുണ്ട്, കയറുന്നു ഇറങ്ങിപ്പോകുന്നു. സ്വാഭാവികമായിട്ട് ഇനി അടുത്ത ചോദ്യം കൂടി ചോദിക്കട്ടെ, ഞാൻ ഏത് ക്യൂവിലായിരിക്കും? ആളുള്ളയിൽ പോയി നിൽക്കുമോ, ആളില്ലാത്തേ പോയി നിൽക്കുമോ? സ്വാഭാവികമായിട്ട് ഇതിലായിരിക്കും, ആളുള്ളതിലായിരിക്കും. കാര്യം എന്താണ്? ഇച്ചിരി ക്യൂ ഉണ്ടെങ്കിലും ശരി, കയറി കഴിഞ്ഞാൽ കാര്യം നടന്ന് പുറത്തു പോരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് മക്കളെ പറഞ്ഞു വിടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. ഈ മക്കളെ പറഞ്ഞു വിടാൻ വേണ്ടി ദൈവം റെഡിയായി നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ ക്യൂ ആണ്. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം എല്ലാ കാര്യം ചെയ്യാൻ നേരത്ത് അത് സിസ്റ്റമായിട്ടാണ് ചെയ്യുന്നത്. കർത്താവ് സിസ്റ്റം തെറ്റിച്ചിട്ടുള്ള ഒരു കളിക്കും നിൽക്കത്തില്ല. 1-ാം ദിവസം, 2-ാം ദിവസം, 7-ാം ദിവസം, അങ്ങനെ മനുഷ്യനെ ഇതെല്ലാം കർത്താവ് ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സിസ്റ്റത്തിൻ്റെ ഒരു ഉടയവനാണ് ദൈവം. പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ 5 അപ്പം അത് വർദ്ധിപ്പിച്ചതിന് ശേഷം കൽദായ സഹോദരങ്ങൾക്ക് അപ്പം പിടിച്ചോളാൻ പറഞ്ഞ് ഈ സ്റ്റേജിൽ നിന്ന് ഒരൊറ്റ ഏറല്ല ദൈവം എറിഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞു, മര്യാദയ്ക്ക് മെനയ്ക്ക് 50 പേര് പന്തിക്കിരിക്കുന്നതിന് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. 50 എണ്ണത്തിന് ഇരുത്തി കൃത്യം കൊടുത്തു. കർത്താവ് എല്ലാ കാര്യങ്ങളും സിസ്റ്റമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എടുക്കുന്നു, സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു, അത് വാഴ്ത്തുന്നു, എന്നിട്ട് മുറിക്കുന്നു, കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം കർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം സിസ്റ്റമാണ്. ഇനി രോഗശാന്തി കൊടുത്തു വിചാരിച്ചു. രോഗശാന്തി കൊടുത്തതാരാ? കർത്താവ്. വാങ്ങിയതാരാ? കൂടെയുള്ളൊരു കുഷ്ഠരോഗി. എന്നിട്ടും കർത്താവ് പറഞ്ഞു, സൗഖ്യം തന്നത് ഞാനാണെങ്കിലും പള്ളിയിലച്ഛൻ്റെ അടുത്ത് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം കർത്താവ് സ്ഥാപിച്ച സംവിധാനം കർത്താവ് തകർക്കൂല. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ മക്കൾക്ക് ജന്മം കൊടുക്കാൻ കർത്താവ് ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. അത് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടതാണ് ആ സംവിധാനം. കർത്താവിൻ്റെ മുമ്പിൽ ഇസ്ലാമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയൊന്നും വ്യത്യാസമൊന്നുമില്ല. അവൻ്റെ സ്വരൂപമാണ്, സദൃശ്യമാണ്. അതുകൊണ്ട് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂമിയിൽ വർദ്ധിച്ച് പെരുകി അതിനെ കീഴ്പ്പെടുത്തുവിൻ. ബൈബിളിൽ ആവർത്തിച്ച് പറഞ്ഞൊരു വചനമാണ്, പ്രത്യേകിച്ച് കുടുംബജീവിതക്കാരോട്. നിങ്ങൾ ഭൂമിയിൽ വർദ്ധിക്കണം, പെരുകണം, എന്നിട്ട് അതിനെ കീഴ്പ്പെടുത്തണം. സ്നേഹമുള്ളവരെ, പിള്ളേർ മോളിയും നോക്കും. ഇതാ കർത്താവ് പൊക്കോളാൻ പറഞ്ഞപ്പോൾ കുറേ പേരിങ്ങ് പോന്നു. സുലൈമാനും സുബൈദയും കല്യാണം കഴിച്ചു. അവരുടെ വീട്ടിലേക്ക് ചെന്ന വഴി തന്നെ അവർക്ക് സ്വാഗതം. ആദ്യത്തെ കൊച്ച്, 2ാമത്തെ കൊച്ച്, 3ാമത്തെ കൊച്ച്, അവർ സന്തോഷമായി. ഇസ്ലാം മതത്തിലൊരു കുഞ്ഞുണ്ടാകാൻ നേരത്ത് അവർക്കൊരു പ്രിൻസിപ്പിളുണ്ട്. കേരളത്തിൽ ഈ അടുത്തിടെയായിട്ട് വിവാദമായ പല പ്രസ്താവനകളും കമൻറ്റുകളും വന്ന ഒരു വ്യക്തിത്വമാണ് ഷുക്കൂർ വക്കീൽ. അറിയാമോ ആളെ? എന്നാൽ താൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ വക്കീൽ ഒരു സിനിമയൊക്കെ ഇറങ്ങിയില്ലായിരുന്നു. അപ്പോൾ അത് ഈ അടുത്തിടെ ഒരു വിവാദമായൊരു കേസായിരുന്നു. വനിതാ ദിനത്തിന് അദ്ദേഹവും ഭാര്യയും പോയി ഒന്നിച്ച് ഒരു രജിസ്റ്റർ മാരേജ് നടത്തിയായിരുന്നു. അത് നിങ്ങൾ കേട്ടായിരുന്നോ? ദൈവമേ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുക. ബൈബിളിൻ്റെ കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ ശിലാഹൃദയരായിട്ടാണ് ഇരിക്കുന്നത്. അച്ഛൻ പറഞ്ഞോ, സ്തോത്രകാഴ്ച ഇട്ടേക്കാം, പണി കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിക്കോളാം. നിങ്ങൾ പേപ്പറിലെ കാര്യമെങ്കിലും മിനിമം ഒന്ന് ചിരിക്കുമെങ്കിലും ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ കേട്ടായിരുന്നോ? കണ്ടായിരുന്നോ? ഒന്ന് കൈപോക്കാമോ കണ്ടവരോ കേട്ടവരോ ഉണ്ടെങ്കിൽ? നന്നായി. അതിൽ ഷുക്കൂർ വക്കീൽ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാം മതത്തിനെതിരായിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, എനിക്ക് 3 മക്കളെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അടുത്ത വചനം അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ്, ആ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടപ്പുണ്ട്: ഞാൻ സ്വർഗത്തിന് അവകാശിയാകാൻ എനിക്ക് ദൈവം 3 മക്കളെ നൽകിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്നിനെ കിട്ടിയതിൻ്റെ കണക്ക് തീർക്കാൻ വേണ്ടി നമ്മൾ നടക്കുന്നത്. ഈ ഒന്നിനെ പ്രസവിച്ചതിൻ്റെ കണക്ക് അച്ഛനോടാണ് തീർക്കേണ്ടത്, അപ്പനോടാണ് തീർക്കേണ്ടതെന്ന് പറഞ്ഞ് തീർത്താൻ നമ്മൾ വിഷമിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഷുക്കൂർക്ക് വക്കീൽ
അദ്ദേഹത്തെ പല രീതിയിലും പോസിറ്റീവും നെഗറ്റീവും പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. എനിക്ക് അദ്ദേഹത്തെ തോന്നിയ ഒറ്റ ബഹുമാനമുള്ളൂ. 3 മക്കൾക്ക് ജന്മം കൊടുത്ത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, ഞാനൊരപ്പനാണ്, സ്വർഗത്തിൽ പോകാൻ ഞാനൊരു അപ്പനാണെന്ന്, യോഗ്യനാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. 3 മക്കൾക്ക് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ പോകുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്ലാം മതത്തിൻ്റെ കണക്കനുസരിച്ച് അവിടുത്തെ സഹോദരിമാരോട് പറയും, അള്ളാഹുവിന് വേണ്ടി ഒരു കുഞ്ഞിനും കൂടി ജന്മം കൊടുക്കണം. ഇവിടെ ഏതെങ്കിലും ക്രിസ്ത്യാനി കർത്താവിന് വേണ്ടി ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞാൽ നമുക്ക് തല്ലുകൂടാൻ മക്കളുണ്ട്, അടിപിടി കൂടാൻ മക്കളുണ്ട്, രാഷ്ട്രീയത്തിന് മക്കളുണ്ട്, പിടിച്ചു പറിക്കാൻ മക്കളുണ്ട്, പ്രേമിക്കാൻ മക്കളുണ്ട്. പള്ളിക്ക് കൊടുക്കാനില്ല, കന്യാസ്ത്രീ ഇല്ല, ദൈവത്തിന് വേണ്ടി കൊടുക്കാനില്ല. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മക്കളെയൊക്കെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ഇനി കൊടുത്ത മക്കളാണെങ്കിൽ ദൈവം തന്നു എന്ന് പറയാൻ നമ്മുടെ വാക്കും കൊണ്ടിട്ട് പറയത്തുമില്ല. IAS IPS ഒക്കെ ആയി പറയും, മറിയാമ്മയുടെ മോൾ IPS ആയി എന്ന് പറയുമ്പോൾ കർത്താവിന് സ്തോത്രം എന്ന് പറയും. മറ്റതൊക്കെ ആണെങ്കിൽ സ്തോത്രമില്ല, കർത്താവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് പറയും, എൻ്റെ ദൈവമേ ഈ പിഴച്ചേനെ കാണാനാണല്ലോ എനിക്ക് ആയുസ് തന്നെ, അതിനു മുമ്പ് എൻ്റെ ആയുസ് എടുത്തേക്കടേയും പറഞ്ഞ് ജന്മത്തെയും പഴിച്ച് കുറ്റപ്പെടുത്തുക എന്നല്ലാതെ എന്ത് നന്മയെ നമ്മുടെയൊക്കെ വായിന്ന് വരാനുള്ളത്. ഭാസ്കരനും ശാരദയും കല്യാണം കഴിച്ചു. അവരുടെ വീട്ടിലേക്കും റെഡി, ആൾ പോകാൻ തയ്യാറായി. അങ്ങനെ ഇരിക്കുകയാണ് തൃശ്ശൂരിലെ കൽതായ സമൂഹത്തിൻ്റെ ഒരു കുടുംബം, പേരെനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ സമൂഹത്തിൽ ആകെ പരിചയമുള്ള ഈ 2 പിതാക്കന്മാരേ ഉള്ളൂ, ഒരാളെ പേപ്പറിലൂടെയും ഒരാളെ പഠനത്തിലൂടെയും. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഒരു പൗലോസും ഒരു മറിയാമി, അങ്ങയുടെ പേരുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത് കൽതായ സമുദായത്തിൽ. ഓക്കെ, അങ്ങനെ പൗലോസിൻ്റെയും മറിയാമ്മയുടെയും വിവാഹം നമ്മുടെ മെത്രാപ്പൊലീത്ത ആശീർവദിച്ചു. സ്വർഗത്തിൽ പിള്ളേർ റെഡിയായി നിൽക്കുക. അപ്പം പോട്ടെ, അപ്പം പറഞ്ഞു, പിന്നെ എൻ്റെ സ്വരൂപം, എൻ്റെ സദൃശ്യം, ഞാൻ ആരാണെന്ന് വെളിപ്പെട്ട് കിട്ടിയൊരു സമൂഹം. അവരീ ഭൂമി കൊണ്ട് നിറയാൻ ഞാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അവർ കൽപ്പനകൾ പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മക്കൾ പൊക്കോ, ഇഷ്ടം പോലെ പൊക്കോ. ഞാൻ ഈ പറുദീസ മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചരാചരങ്ങൾ ഞാൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ സ്വർഗവും നരകവും എൻ്റെ പുത്രനെ പോലും ഈ ഭൂമിയിലേക്ക് വിട്ടത് ഞാൻ ഈ ഭൂമിയെ നവീകരിക്കാൻ. ആ നവീകരിക്കുന്ന സമൂഹത്തിലേക്ക് മക്കൾ പൊക്കോ, അവരെന്നെ സ്വീകരിക്കും. ഒരു സുവിശേഷം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. പ്രവാചകന്മാരെ വിട്ടു നോക്കി, അവസാനം സ്വന്തം മകനെ വിട്ടു എന്നാണ് പറഞ്ഞത്. സ്വന്തം മകനെ വിട്ടപ്പോൾ അവർ ചെയ്തൊരു ചെറിയ പണിയുണ്ടായിരുന്നു. അവർ അവനെ തൂക്കി കൊന്നുകളഞ്ഞു. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഈ ഭൂമിയിൽ ഓരോ ജന്മവും ഓരോ ക്രിസ്തുവാണ്. കാരണം സദൃശ്യമാണ്, സ്വരൂപമാണ്. പിള്ളേരിങ്ങോട്ട് പോരാൻ റെഡിയായി. അവിടുത്തെ സെൻഡ് ഓഫൊക്കെ കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, ഇപ്പം ഇവിടുത്തെ വികാരിച്ചൻ ട്രാൻസ്ഫറായി പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാവരും കൂടി ആഘോഷമായിട്ട് ഒരു മീറ്റിംഗ് കൂടി, വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ ഇതുപോലത്തെ ഒരു അച്ഛൻ ഇതുപോലെ കണ്ടിട്ടില്ല, ഇനി ഞങ്ങൾക്കിനി കാണുമെന്ന് അറിയത്തില്ല, പാട്ടൊക്കെ പാടി നല്ല മോതിരമൊക്കെ കൊടുത്ത് കൊച്ചമ്മയും എല്ലാവരെയും കൂടി, അച്ഛൻ ഇവിടുത്തെ അച്ഛൻ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞത്, ജാക്സൺ അച്ഛൻ. ഓക്കെ, എങ്കിൽ എല്ലാം കൊടുത്ത് ഒരാശംസയും കൊടുത്ത് അച്ഛനെ തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ യാത്രയാക്കി എറണാകുളത്തേക്ക്. എറണാകുളത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ അച്ഛൻ ട്രാൻസ്ഫർ ആവാതെ അവിടെ ഇരിക്കുക. ട്രാൻസ്ഫർ ആവാൻ എറണാകുളത്തെ അച്ഛൻ എന്ന് പറയാൻ കാര്യം, എൻ്റെ കൂടെ പഠിച്ച ബഹുമാനപ്പെട്ട ഒരു ചമ്മാച്ചനുണ്ടായിരുന്നു. പിതാവിനോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം നല്ല സരസനായിരുന്നു, തമാശകളൊക്കെ പറയുമായിരുന്നു. സെമിനാരി ലൈഫിൽ ഇച്ചിരി ആനന്ദം തരുന്ന ഒരു EV ആൻ്റണി എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം അൺമാരീഡായിരുന്നു. ഹാർട്ട് അറ്റാക്കായിട്ട് കർത്താവ് നിദ്ര പ്രാപിച്ചു എന്നുള്ള വിവരം പിതാവ് പറഞ്ഞപ്പോഴാണ് എനിക്കതും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായത്. ഞാൻ അതുകൊണ്ടാണ് എറണാകുളം ഭാഷ എറണാകുളത്തോട് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആൻ്റണി അച്ഛൻ പറഞ്ഞു, എനിക്ക് കൽപ്പന കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അവിടുത്തെ വികാരി എന്ന് പറഞ്ഞു. ജാക്സൺ അച്ഛൻ ഇനി എന്താ ചെയ്യും? തൃശ്ശൂരിൽ നിന്ന് പോരുകയും ചെയ്തു, എറണാകുളത്തിട്ട് എത്തിയില്ല, നിങ്ങൾ സെൻഡ് ഓഫും കൊടുത്തു. ഇനി ആ പാവം ഇങ്ങോട്ട് വരുമോ അതോ ഇനി എറണാകുളത്തേക്ക് കയറുമോ? രണ്ടിടത്തേക്കും പോകാൻ പറ്റില്ല. പിന്നെ പോകാൻ പറ്റുന്നൊരു സ്ഥലമേ ഉള്ളൂ, നേരെ അരമനയിലേക്കൊരു പോക്കുണ്ട്. ആഘോഷമായിട്ട് നെഞ്ചും വിരിച്ച് പോയ അച്ഛൻ ഈ അരമനയിലേക്കൊരു പോക്ക് പോകാൻ നേരത്ത് അടുത്ത തവണ പിതാവ് പറഞ്ഞു, ആൻ്റണി അച്ഛൻ എപ്പോഴും അവിടെയുണ്ട്, പിതാവ് പറഞ്ഞു ജാക്സൺ അച്ഛൻ ഈ അബദ്ധം പറ്റി, എന്നാൽ അടുത്തത് സിറിലച്ഛൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സിറിലച്ഛൻ പറഞ്ഞു, അങ്ങനെ അച്ഛനുണ്ടോ ഇനി? എനിക്കറിയത്തില്ല, ഉദാഹരണം ഉണ്ടോ അച്ഛാ? ഉണ്ടോ? എൻ്റെ പൊന്നോ ക്ഷമിക്കണം, എനിക്ക് പേര് സിറിലച്ഛൻ പറഞ്ഞു,
ആൻ്റണി അച്ഛൻ്റെ ഗതി വരുമെന്ന് എനിക്കറിയാവുന്ന അല്ല, ജാക്സൺ അച്ഛൻ്റെ ഗതി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകുന്നില്ല പിതാവേ എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ പിള്ളേരോട് കർത്താവ് പറഞ്ഞു ഭൂമിയിലേക്ക് പോകും. അപ്പോഴാണ് മറിയാമും പൗലോസും കൂടെ തീരുമാനിച്ചു, ഇപ്പോൾ നമുക്ക് കൊച്ചുണ്ടായാൽ ഈ കാർന്നവരുടെയും കാർന്നോത്തെയും കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് മറിയാമ്മ പറഞ്ഞു, IELTS പരീക്ഷ പാസ്സായിരിക്കുക, ഇപ്പം നമുക്ക് 2 വർഷം കൂടി കഴിയട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് ബാക്കി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. പൗലോസും പറഞ്ഞു, ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ വിദേശത്ത് പോകാനും ജോലിക്ക് പോകാനും പിന്നെ കൂടെയുള്ളവരൊക്കെ കോളേജിൽ പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഞാൻ ഈ വയറുമായിട്ട് നടക്കുന്നുണ്ട്, പിള്ളേരെന്നെ കളിയാക്കാതെ കൊണ്ട് 2 വർഷം കൂടിയും കഴിയട്ടെ എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഈ ഭൂമി ലാൻഡ് ചെയ്യാനായിട്ട് ക്രിസ്ത്യാനിയുടെ ഒരൊറ്റ കുടുംബം തയ്യാറാവുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഈ പിള്ളേർ തിരിച്ച് അങ്ങോട്ട് കയറാൻ പറ്റാതെ ചമ്മി തലകുനിച്ചൊരു പോക്ക് പോകാൻ നേരത്ത് പുറകിലുള്ളവൻ പറയും, പിതാവേ അപ്പാ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ഒരിക്കലും ഭൂമിയിലേക്ക് വിടണ്ട, ഞങ്ങളീ ഭൂമി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തെ പോലെ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ. പക്ഷേ അപ്പാ ക്രിസ്ത്യാനികൾ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലപ്പാ. അബോർഷൻ കുഴപ്പമില്ലെന്നാണ് പറയുന്നേ, 2 ആയാലും 3ാമത്തെ ഇനി കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് ജന്മം നൽകിയതും തന്നെയല്ലേ എനിക്കും ജന്മം നൽകിയത്, നിനക്ക് ജീവിക്കാൻ അവകാശമുണ്ടല്ലേ, എനിക്കതില്ല. എന്നെയും നിന്നെയും ഒരേ ഗർഭത്തിലല്ലേ ദൈവം ഉരുവാക്കിയത്. ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിന് കടകടച്ച് നിർത്തിയത് ആരാണ്? സ്വർഗത്തിലെ ദൈവം മക്കളോട് പറയും, പോ മക്കളെ. മക്കൾ പറയും, പോണ്ടപ്പാ, ഞങ്ങൾക്ക് അപ്പൻ്റെ സ്നേഹം മതിയപ്പാ. കാരണം അവരെപ്പോഴാണ് കൊല്ലണമെന്ന് നമുക്കറിയില്ല. അവരുടെ ജോലിക്ക് വേണ്ടി, അവരുടെ സൗന്ദര്യത്തിന് വേണ്ടി, അവരുടെ സുഖത്തിന് വേണ്ടി, അവരുടെ എല്ലാത്തിനും വേണ്ടി അവർ ഞങ്ങളെ കൊല്ലും. ഞങ്ങൾക്ക് ഭൂമിയിൽ പോകാൻ ഇഷ്ടമല്ല. ഇസ്ലാം കുടുംബത്തിലേക്ക് നോക്കും നിങ്ങൾ, അവിടെ ഒരു മക്കളും അവരുടെ അപ്പനെ ബാപ്പയോ ഉമ്മയോ ചീത്ത പറയില്ല, തെറി പറയില്ല. ഈ സൗന്ദര്യവും കഴിവും മക്കൾക്ക് വേണ്ടി ഇത്രയും ഒരുക്കി വെച്ച്, ഇത്രയും സമ്പത്തും ഉണ്ടാക്കി, ഇത്രയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് 1നോ 2നോ ജന്മം കൊടുത്തതിൻ്റെ കണക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. എൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ആദ്യം ഉണ്ടാകുന്ന അപ്പൻ്റെ സ്വഭാവം, രണ്ടാമതുണ്ടാകുന്ന അമ്മയുടെ സ്വഭാവം, മൂന്നാമതാണ് ദൈവത്തിൻ്റെ സ്വഭാവം വരുന്നത്. 1നും 2നും തീർന്നോടെ തീർന്നു. ഇപ്പം മനുഷ്യൻ്റെ സ്വഭാവം കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മുനിസിപ്പാലിറ്റി വഴി ഒരു പഞ്ചായത്ത് ഇലക്ഷൻ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഈ പട്ടണത്തിൽ നമുക്ക് ജീവിക്കാൻ, ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള, എല്ലാ ഭരണ സംവിധാനങ്ങളുമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒരു 25 വർഷം കഴിഞ്ഞാൽ ഈ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് പോയിരിക്കുന്നവരോ, നിയമസഭയിലേക്ക് പോയിരിക്കുന്നവരോ, പഞ്ചായത്തിലേക്ക് പോകുന്നവർ എണ്ണം കൂടുതലായിരിക്കുമോ എണ്ണം കുറവായിരിക്കുമോ? നിങ്ങൾക്കൊന്ന് പറയാമോ? എണ്ണം കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കുറവായിരിക്കും എന്ന് ഉറപ്പുള്ളവരുന്ന് കൈവെക്കാമോ? അച്ഛന്മാർക്ക് മാത്രമേ കാര്യം മനസ്സിലായുള്ളൂ, ബാക്കിയൊന്നും പിടികിട്ടിയില്ല. കൂടുതലായിരിക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ കൈവെക്കാമോ? ദൈവാധീനം, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒറ്റയാളും കൈവെക്കി. ഇനി എൻ്റെ ചോദ്യം ചോദിക്കട്ടെ, ഈ കൽദായ സഭയുടെ ഈ പള്ളിയിൽ നിങ്ങളെല്ലാം നിറഞ്ഞ് ഫുള്ളായിട്ടിരിക്കുകയാണ്. ഇതിനകത്തേക്കൊരു ജന്തുവിന്, മൃഗത്തിന്, പട്ടിക്കോ പൂച്ചയ്ക്കോ കയറാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുമെങ്കിൽ ഇല്ലെങ്കിലെന്ന് പറ. ഈ പള്ളിയിൽ ഒരൊറ്റ മനുഷ്യൻ പോലുമില്ല. ഇതിനകത്ത് പട്ടിയോ പൂച്ചയോ കയറി പ്രസവിച്ച ആർക്കെങ്കിലും നോ പറയാൻ പറ്റുമോ? നമുക്ക് തന്ന രാജ്യവും, നമുക്ക് തന്ന സഭയും, നമുക്ക് തന്ന കുടുംബവും ദൈവമാണോ നശിപ്പിച്ചത്? നമ്മളാണ് നശിപ്പിച്ചത്. ആരാ നശിപ്പിച്ചേ? 2 മക്കളുണ്ട്, ഒന്നിനെ കെട്ടിക്കാനും കൊടുത്തു, ഒന്നിന് UK-ക്കും കൊടുത്തു. ഇനി 25 വർഷം കഴിയുമ്പോൾ വായും പൊളിച്ചിരിക്കുന്നത്. എങ്ങോട്ടായോ ഇരിക്കുന്നേ? ഇതെങ്ങോട്ട് പോകുമെന്ന് ഓർത്തിട്ടിരിക്കുന്നേ? നിങ്ങൾ സഭയിലേക്കും എത്രാന്മാരെയും അച്ഛന്മാരെയും നോക്കി കുറ്റപ്പെടുത്തിയിട്ട് ആരതിന് ഉത്തരവാദി? മക്കൾക്ക് ജന്മം കൊടുക്കാനുള്ള എല്ലാ കൃപയും ദൈവം നിങ്ങൾക്ക് തന്നില്ലേ? സമ്പത്ത് തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ?
കഴിവ് തന്നില്ലേ? വർദ്ധിച്ച് പെരുകി ഭൂമി നിറയാൻ പറഞ്ഞു. വേണ്ടെന്ന് വെച്ചത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഞാൻ ഔഗൺ പിതാവിൻ്റെ വാക്കിനി ഒന്നുകൂടി കടമെടുക്കുകയാണ്. സിറിയയിൽ പൗലോസ് നടന്ന നേർവീഥികൾ, യോഹന്നാൻ മംദാന ശുശ്രൂഷ ചെയ്ത നാട്, ക്രിസ്തീയ ശുശ്രൂഷയുടെ എല്ലാം ആരംഭമായിരുന്ന ഒരു നാട്, അവിടെ ക്രിസ്ത്യാനികളില്ലാതാവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജന്മം കൊടുക്കാൻ നമുക്കൊക്കെ മനസ്സില്ലാതെ പോയതാ. ഇന്ന് ക്രിസ്ത്യാനിയുടെ നാടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. മക്കൾക്ക് ജന്മം കൊടുക്കുന്ന സമൂഹത്തെ ദൈവം അവിടെ ഉയർത്തും. അന്ന് വിശ്വാസം ലംഘിക്കപ്പെടുമ്പോഴോ, പ്രാർത്ഥിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോഴോ, പ്രാർത്ഥിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴോ നോ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് നോ പറയുന്നവൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. എനിക്കൊരു സഹോദരനെ തരാതിരുന്ന, എനിക്കൊരു സഹോദരിയെ തരാതിരുന്ന, എനിക്കൊരു ആൾബലം തരാതിരുന്ന എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നേ പറയുള്ളൂ. കുഴി കിടന്നാൽ പോലും സമാധാനം കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. ഈ സഭ നശിപ്പിച്ചത് മറ്റാരുമല്ല, ഈ സഭ നശിപ്പിച്ചത് നമ്മളൊക്കെ തന്നെയാ. എന്തിനാ വേറെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നേ? സമ്പത്തുണ്ടായിട്ടും കോളേജ് ഉണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും ഈ കുടുംബങ്ങളും ഈ സഭയും സമാധാനമില്ലാതെ, മക്കളില്ലാതെ, കുടുംബചിത്രവും ഡിവോഴ്സുമായിട്ട് നശിക്കാനുള്ള കാരണം ജന്മം കൊടുക്കാൻ നമ്മൾ കാണിച്ച മടിയാണ്. അതിന് വേറെ ആരെയും നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ വേറെ ആരെയും നിങ്ങൾ നിഷേധിക്കുകയും വേണ്ട. അതിന് ഉത്തരവാദി നാളെ നമ്മൾ കണക്ക് കൊടുക്കും സഹോദരങ്ങളെ, കൊടുക്കേണ്ടി വരും. ദൈവം പറയും, ദേ പൗലോസ്, മത്തായി, മറിയാമ, യോഹന്നാൻ, സ്ലീബ എല്ലാവരും ദേ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാചിക്കുകയാണ്. പോ മക്കളെ എന്ന് പറയുമ്പോൾ പിള്ളേര് പറയും, ഞങ്ങൾക്ക് മുമ്പേ പോയവരെയൊക്കെ കൊന്നു കുഴിച്ചിട്ടവരവര്, ഞങ്ങൾക്ക് മുമ്പേ ജീവിക്കാൻ അവകാശം നിഷേധിച്ചവരവര്, അവരുടെ കുടുംബത്തിലേക്ക് ഞങ്ങളില്ല. ദൈവമല്ല നമ്മുടെയൊക്കെ നാശത്തിന് ഉത്തരവാദി. പ്രസംഗിക്കാൻ സുഖ, ശാപവും പാപവും ബന്ധനവും പറഞ്ഞ് ജീവിക്കാനും സുഖ, ബന്ധന പ്രാർത്ഥനയും വഴിപാട് പ്രാർത്ഥനയും പറഞ്ഞ് ഞങ്ങൾക്കും സുഖ ജീവിക്കാൻ. ഈ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ ആളെയും കിട്ടും. അതൊന്നുമല്ല ഇതിൻ്റെ സത്യങ്ങൾ, അതൊന്നുമല്ല ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. ഈ സഭ ഇന്നു മുതൽ താഴോട്ടാണ് പോകുന്നതെങ്കിൽ ജന്മം കൊടുക്കാതിരുന്ന ഓരോ അപ്പനും ജന്മം കൊടുക്കാതിരുന്ന ഓരോ അമ്മയാണ് അതിന് ഉത്തരവാദികൾ, മറ്റാരുമല്ല. നിങ്ങൾക്ക് ദൈവം സമ്പത്ത് തന്നില്ലേ, വീട് തന്നില്ലേ? ഒരു 30 വർഷം 40 വർഷം പുറകോട്ട് പോകും. അന്ന് വീടുണ്ടായിരുന്നില്ല, അന്ന് കൂടുണ്ടായിരുന്നില്ല, അന്ന് ജോലി ഉണ്ടായിരുന്നില്ല, അന്ന് പുഴുങ്ങിയ കപ്പയും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അന്ത്യത്താഴങ്ങൾക്ക് കഞ്ഞിവെള്ളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവം തരുമെന്ന് വിശ്വസിച്ച്, ദൈവം ഞങ്ങൾക്ക് തരുന്നത് മതിയെന്ന് പറഞ്ഞ് മക്കൾക്ക് ജന്മം കൊടുക്കാൻ നമ്മുടെ അപ്പനും അമ്മയ്ക്കൊന്നും ഒരു മടിയുണ്ടായിരുന്നില്ല. കള്ളു കുടിക്കുന്നതാണെങ്കിലും വിവരം കുറവാണെങ്കിലും നമ്മുടെയൊന്നും മക്കൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ പുഴുവരിച്ച് ഒരപ്പനും അമ്മയും മരിച്ചിട്ടില്ല. ചിലപ്പോൾ 10ാം ക്ലാസ് പാസ്സാകാത്ത പൊട്ടനായിരിക്കും അപ്പനെ നോക്കിയത്. അന്ന് ഗൾഫിലും പോയിട്ടില്ല, കാശുമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് സ്റ്റാറ്റസ് ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വാലുണ്ട്, കോലുണ്ട്, എല്ലാം ഉണ്ട്. തോണ്ടി വേണ്ട കിടക്കുന്നു അപ്പനും അമ്മയും അപ്പുറത്ത്. മക്കളുടെ സ്ഥിതി, ബന്ധങ്ങൾ എന്തുകൊണ്ടില്ല? പങ്കുവെക്കാൻ ആളില്ലാത്തതിൻ്റെ കാരണം, പങ്കുവെക്കാൻ മക്കളെ കൊടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. ഈ കാലഘട്ടത്തിൻ്റെ സത്യത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തതിൻ്റെ മടിയും തടസ്സവും നമ്മൾ ഓരോന്നൊക്കെ തന്നെയാണ്. ഈ ബൈബിളിലെ കുറേ വാക്യവും നമ്മൾ കാണാപ്പടം പഠിച്ച് കുശുമ്പ് കുത്തരുത്, കുഞ്ഞായ്മ കുത്തരുത്, മറ്റത് ചെയ്യരുത്, മറിച്ച് ചെയ്യരുത്, പുക വലിക്കരുത്, ഇതൊക്കെ പ്രസംഗിക്കാൻ സുഖ. മക്കൾക്ക് ജന്മം കൊടുക്കാൻ നിങ്ങൾക്കല്ലേ പറ്റിയിരുന്നുള്ളൂ. അത് നിഷേധിച്ച് ദൈവത്തിൻ്റെ കുഴപ്പമാണോ? ദേവാലയം മുഴുവൻ മക്കളെയും കൊണ്ട് നിറയ്ക്കേണ്ടതല്ലായിരുന്നോ? നിങ്ങൾ നോക്ക്, എത്ര പ്രായമുള്ളവർ ഇതിനകത്ത് ഇരിക്കുന്നേ. നരച്ചവരും ഡൈ ചെയ്തവരും ഇഷ്ടം പോലെയുണ്ട്. എന്താ ഈ ഫ്രണ്ടിലെ കസേരകൾ ഇങ്ങനെ കിടക്കാൻ കാരണം? ബിഷപ്പ് അതിന് ഉത്തരവാദി? മക്കൾക്ക് ജന്മം കൊടുത്ത പട്ടിണി കിടക്കേണ്ടി വരും, സ്റ്റാറ്റസിന് ഉറപ്പാണ്, അല്ലെങ്കിൽ അവനെ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ആരാ നിങ്ങൾ ഇത് പഠിപ്പിച്ചത്? ഈ വിശ്വാസം നിങ്ങൾക്ക് ആര് തന്നു? ഈ സഭയെ ഇതുപോലെ തകർക്കാൻ, ഇത് നാളെ നാമാവശേഷമാക്കാൻ ആരാണ് ഇതിന് ഉത്തരവാദി? 12 അപ്പോസ്തലന്മാർ ലോകം മുഴുവൻ നിറച്ചെങ്കിൽ ഈ കൽദായ സമുദായത്തിൽ ഇത്രയും പേരില്ലേ നിങ്ങൾ? എന്തുകൊണ്ട് ലോകം മുഴുവൻ നിങ്ങൾ നേടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് സുവിശേഷം നേടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് ലോകത്തിലേക്ക് വളർന്നില്ല? അതിന് ഉത്തരവാദി ബിഷപ്പാണ്, അച്ഛനാണെന്ന് പറഞ്ഞ് പറയാൻ സുഖമാണ്. മക്കൾക്ക് ജന്മം കൊടുക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ.
ഓരോ കുടുംബത്തിനും 5-6 മക്കളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ സഭ എവിടെ നിന്നേനെ? ചോറ് തരുമോ, ചെലവ് തരുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. എങ്കിൽ ഞാൻ പറയാം, ഇന്ന് എണ്ണം അനുസരിച്ചുണ്ടാക്കിയ കോളേജുകളും സ്കൂളുകളും 30 വർഷം കഴിയാൻ നേരത്ത് നമ്മുടെ മക്കൾ പഠിക്കാനില്ലാതെ പൂട്ടപ്പെടുമ്പോൾ അന്നും കുഴി കിടന്ന് ചോദിക്കേണ്ടി വരും. ഞാൻ പിടിയേരി കൊടുത്തതും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതും എൻ്റെ കുടുംബത്തിന് കൊലയും വാഴക്കൊലയും കൊടുത്ത് ഞാനുണ്ടാക്കിയ സ്കൂൾ ദേണ്ടേ കിടക്കുന്നു ആർക്കാണ്ട്. ഇതെങ്ങോടെ നമ്മളീ പോകുന്നേ? എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം? ജന്മത്തെ ആദരിക്കാൻ പഠിക്കണം. ഓരോ ഗർഭിണിയെ കാണുമ്പോഴും മക്കൾക്ക് ജന്മം കൊടുക്കാൻ അപ്പനും അമ്മയും പഠിപ്പിച്ചു കൊടുക്കണം. ഞാനിത് പ്രസംഗിക്കാനുള്ള കാരണം ഞാൻ പറയാം. ഒരച്ഛനെന്ന നിലയിൽ ഞാനൊരു ദൃക്സാക്ഷിയാണ് ഈ കാര്യത്തിൽ. എനിക്ക് എത്ര മക്കളാണെന്ന് നിങ്ങൾക്കറിയാമോ? സമയം തീർന്നു. ഇനി 5 മിനിറ്റ് കൂടി ഉള്ളൂ, ഞാൻ തീർത്തേക്കാം. ആദ്യത്തെ ഒരു കുഞ്ഞ് എനിക്കുണ്ടായപ്പോൾ എന്നോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈദികരും എൻ്റെ കുടുംബക്കാരും എനിക്ക് കൺഗ്രാജുലേഷൻ എന്നിട്ട് പറഞ്ഞു, ഫാദർ ഇപ്പോഴാണ് ഫാദറായി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. രണ്ടാമത് എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ പറഞ്ഞു, ആദ്യത്തെ കൊച്ച് ആൺകൊച്ചായിരുന്നു. രണ്ടാമതൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെയുള്ള വാക്ക് എവിടെ നിന്ന് ഇത് കണ്ടുപിടിച്ചു എന്ന് എനിക്കൊരു പിടിയില്ല. അവിചാരിതമായിട്ട് അവനവന് തോന്നുമ്പോൾ മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രയും ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ സൗകര്യം, ഞങ്ങളുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് തോന്നുമ്പോൾ മക്കളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഉണ്ടാക്കിയ കാശ് മുഴുവൻ ആശുപത്രി കൊടുക്കാൻ റെഡിയാക്കി വെച്ചോ. മൂന്നാമത്തെ കൊച്ചുണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു, ഫാദറേ, അച്ഛനെന്നും കോട്ടയത്ത് പ്രസംഗം, ഭാര്യയ്ക്കെന്നും വയനാട്ടിൽ പ്രസവം. നാലാമത്തെ കൊച്ചുണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു, ദൈവമേ, ബിനോയച്ചനൊരു നല്ല അച്ഛനായിരുന്നു. എനിക്ക് 4 പിള്ളേരുണ്ടായി വരുന്നു. ഔഗൺ പിതാവിന് അറിയില്ല, അതാണ് എൻ്റെ വിശ്വാസം. 4ാമത്തെ ആയപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാർ, പ്രത്യേകിച്ച് എൻ്റെ വേണ്ടപ്പെട്ട അച്ഛന്മാരൊക്കെ പറഞ്ഞു, ദൈവമേ, നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ആളായിരുന്നു, നല്ല ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ഒരു ഇച്ചിരി നട്ടും പോട്ട് എവിടെയോ പോയിട്ടെന്നൊരു സംശയം. കാരണം മക്കൾക്ക് ജന്മം കൊടുക്കുന്നവൻ ഏതാണ്ട് നട്ടോ പോട്ട് പോയവനാണ് നമ്മുടെ വെപ്പ്. 4-5 പട്ടീനെയും കൊണ്ട് കോട്ടയത്തേക്കളെ ചങ്ങലയും പിടിച്ച് കിടന്ന അത് ഭ്രാന്തല്ല. അവനവൻ്റെ മക്കളെയും കൊണ്ട് കോട്ടയത്തേക്കളെ നടന്ന അത് നാണക്കേടാ. എന്ത് സംസ്കാരമാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. 5ാമത്തെ ആയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഫാദറേ, നിങ്ങൾ ചിരിക്കാൻ തുടങ്ങി. 5ാമത്തെ ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഫാദറേ, പല ധ്യാനങ്ങളുണ്ട്, അതിലൊരു പ്രധാനപ്പെട്ട ധ്യാനം ഫാദർ കൂടണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അത് എന്ത് ധ്യാനമെന്ന് വെച്ചു. എന്നോട് പറഞ്ഞു, ആത്മസംയമനം എന്ന് പറഞ്ഞൊരു ധ്യാനമുണ്ട്. അച്ഛന്മാർക്ക് മനസ്സിലായി. ആ ഒരു വരം കിട്ടാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇത് കൺട്രോളില്ലാത്തൊരു പോക്കാണല്ലോ എന്ന് പറഞ്ഞു. 5 ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഭാര്യയോട്, എൻ്റെ വീട്ടുകാരോടും ഡോക്ടർ എല്ലാം കൂടി പറഞ്ഞു, കാൽസ്യം കുറവാണ്, മറ്റേത് കുറവാണ്, മറിച്ച് കുറവാണ്, ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് വെക്കാൻ പറ്റരുത്, കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ 5ാമത്തതോടുകൂടി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂട്ടായ്മ, സെമിനാരി കൂട്ടായ്മ ഭയങ്കര മനോഹരമായൊരു കൂട്ടായ്മയാണ്. ഞങ്ങളുടെ അനുഗ്രഹിച്ചൊരു കൂട്ടായ്മയാണ്. ഞങ്ങളുടെ ബാച്ചിൽ ആകെ 14 പേരുണ്ടായിരുന്നു. അതിലൊരു സ്വർഗീയ ഗാനം പാടുന്നൊരു ചെമ്മാച്ചനുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ബാക്കി 13 ആരാ മോശം? നിങ്ങളുടെ മെത്രാപ്പൊലീത്ത മോശമാണോ? ഞങ്ങളുടെ ബാച്ചുകാരനാണ്. കാര്യം ഞങ്ങൾ കല്യാണം കഴിച്ചെങ്കിലും ഞങ്ങളുടെ ബാച്ചിൽ അച്ഛന്മാരുടെ മക്കളിൽ ഞാനും ഫസ്റ്റാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന കഴിവനുസരിച്ച് ഞങ്ങളൊക്കെ മിടുക്കന്മാരായി. ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ച ഒരു മെത്രാപ്പൊലീത്തയാണ്. ബാക്കി തിമോത്തിയോസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ പട്ടം കൊടയ്ക്ക് വേണ്ടി ഞാൻ ലെബനോണിൽ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ലെബനോണിലൊക്കെ പോകുന്നത്. അവിടെ ചെന്ന് പാത്രിക്കീസ് ബാവയെ കണ്ടപ്പം കൂടെയുള്ളവർ പറഞ്ഞു, ഇദ്ദേഹത്തിന് 5 മക്കളാണ് പിതാവ് എന്ന് പറഞ്ഞു. പിതാവിനത് കേട്ടതോടുകൂടി, സിറിയയിലെ പിതാവാണ്, സഭ നശിക്കാനുള്ള കാരണം മക്കൾക്ക് ജന്മം കൊടുക്കാത്തതെന്ന് പിതാവ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇന്ത്യൻ സന്ദർശനത്തിലൊക്കെ വന്നപ്പോൾ ഒക്കെ പറഞ്ഞു, സഭ നശിക്കാനുള്ള അടിസ്ഥാന കാരണം മക്കൾക്ക് ജന്മം കൊടുക്കാൻ മടിക്കുന്ന മാതാപിതാക്കളാണ്, അവർ സഭ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, നിനക്ക് ഇനിയും മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ നാട്ടിൽ വന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, വാളംപുളിയും മാങ്ങാപ്പുളിയൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് 6ാമത്തൊരു കൊച്ച്. അതിനെ പത്രോസ് എന്ന പേര് ഇട്ടേക്കണം. കാരണം പത്രോസിന് സിംഹാസനത്തിൽ നിന്ന് കിട്ടിയതാണല്ലോ. 6 ആയി. എന്തിനേറെ പറയുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിക്കും, ഈ 6 മക്കളായപ്പോൾ അച്ഛൻ ഈ 5 പെമ്മക്കളായിരുന്നു, അവസാനത്തെ ആയിരിക്കും, 6ാമത്തെ ആയിരിക്കും.
എനിക്കതാ മനസ്സിലാവാത്തത്. ആദ്യത്തെ പെങ്കൊച്ചായതുകൊണ്ട്, രണ്ടാമത്തെ പെങ്കൊച്ചായതുകൊണ്ട്, മൂന്നാമത്തെ പെങ്കൊച്ചായതുകൊണ്ട് ഒരാങ്കൊച്ചിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ശ്രമമല്ലേ, ഞാൻ ഒറ്റ പ്രാർത്ഥനയെ നടത്തിയുള്ളൂ. കർത്താവേ, എനിക്ക് 5 ആൺപിള്ളേരുണ്ടായി, എനിക്ക് ഒറ്റ പെങ്കൊച്ചേ ഉള്ളൂ, എനിക്ക് ഒരു പെങ്കൊച്ചിനെയും കൂടി കിട്ടിയ സന്തോഷം എന്നാണ് പറഞ്ഞത്. എന്തായാലും ദൈവം 7ാമത്തെ കൊച്ചിനെയും തന്നു, അതിനെ കെസിയ എന്നുള്ള പേരും കൂടി ഇട്ടു. ഹല്ലേലൂയ്യ. സ്നേഹമുള്ളവരെ, ഞാൻ ഈ 7 മക്കളെയും കൊണ്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്കൊരു കുറവുണ്ടായിട്ടില്ല. ഞാനത് പറയാൻ കാര്യം എന്നറിയോ, ഈ ഒന്നിനെ വളർത്തുന്ന മാതാപിതാക്കൾ വന്നിട്ട് പറയൂ, എൻ്റെ പൊന്നേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, പിന്നെ അച്ഛൻ എങ്ങനെ ഈ 7 മെയിൻ്റെനൻസ് ചെയ്യാനും വളർത്താനും സുഖമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൊച്ച് സ്കൂളിൽ പോയി നിങ്ങൾക്കറിയാൻ പറ്റുമോ? സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാൻ പറ്റുമോ? പ്രേമിച്ചു എന്നുള്ളവർ നിങ്ങൾക്കറിയാൻ പറ്റുമോ? ഇന്ന് പഠിച്ചിട്ടില്ല എന്നുള്ളവർ നിങ്ങൾക്കറിയാൻ പറ്റുമോ? സ്കൂളിലെ ബസ്സിൽ എന്ത് പണി കാണിച്ചു നിങ്ങൾക്കറിയാൻ പറ്റുമോ? നിങ്ങൾ CCTVയും വെക്കും, ടീച്ചർക്ക് മിഠായിയും വാങ്ങിക്കൊടുക്കും, പിന്നെ ബംഗാളിനെയും നിർത്തും. എന്നിട്ട് നിങ്ങളുടെ മക്കൾ കണ്ണു വെട്ടിച്ചിട്ട് എന്താ വഴിക്കാ പോകണമെന്ന് ഒരു വല്ല പിടിയുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇളയനെ വിളിക്കും, മോളോ എന്നാ അച്ഛാ ഇന്ന് ബസ്സിൽ എന്തൊക്കെ സംഭവിച്ചു? അച്ഛാ ദേ 4ാമത്തവൻ ബസ്സിൽ കയറി കളിച്ചപ്പോൾ ടീച്ചർ ചെവി പിടിച്ച് ഇരുത്തി. ഇന്ന് ചേട്ടായിനെ പഠിക്കാത്തതിന് ക്ലാസ്സിൽ നിന്ന് പുറത്തു വിട്ടു. പിന്നെ അടുത്തതിന് ഇന്ന് ഇന്ന സമയത്ത് കളിച്ചതിന് മിസ്സ് അവനെ പൊക്കി. 2 എണ്ണത്തിന് ഇടി കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കെന്ത് ഈസിയാണെന്നറിയാം. ഒരു മുട്ടായി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ മോളെ എന്നൊരു വിളി വിളിച്ചാൽ മതി, സ്കൂളിലെ മുഴുവൻ കാര്യം എനിക്കറിയാൻ പറ്റും. ഹല്ലേലൂയ്യ. സ്നേഹമുള്ളവരെ, 2ാമതൊരു കാര്യം, ഒരു കൊച്ചിനെ വളർത്താൻ നേരത്ത് ആ കൊച്ചിനെ വളർത്തുന്നത് തന്തയ്ക്കും തള്ളയ്ക്കും മാത്രമേ ഭൂമിയിലെ ടെൻഷൻ എന്നാണ്. 100% ടെൻഷനായിരിക്കും ഒറ്റമോളുള്ള അപ്പനും അമ്മയും. അതിനെയും കൊണ്ട് ജീവിക്കുന്നതും കട്ടപ്പാടാണ്. അതിനെ കെട്ടിച്ചു വിട്ടാലും അത് പ്രശ്നം, ഇത് പ്രശ്നം, എല്ലാം പ്രശ്നം. ഒരു 3-4 ഉള്ള വീട്ടിലെ കുടുംബത്തിലാണെങ്കിൽ പള്ളിയിൽ പോയാലും അഡ്ജസ്റ്റ് ചെയ്യും, കിട്ടിയാലും പരാതിയില്ല. മറ്റേതെല്ലാം എൻ്റെ അവകാശം എന്ന് പറയണേ, കിട്ടിയോലെ എൻ്റെ അവകാശം, തന്തയ്ക്കും തള്ളയ്ക്ക് എന്നാ കാര്യം എന്നാണ് ചോദിക്കുന്നത്. എല്ലാം പ്രശ്നമാണ്. 2 ആയാൽ 80%, 3 മക്കളൊക്കെ ആണെങ്കിൽ ഒരു 70% ടെൻഷൻ ഉണ്ടാവുള്ളൂ. 4 ആകുമ്പോഴേ സത്യത്തിൽ ഒരു 50% താഴെ പോവുള്ളൂ. 5, 6 ആണെങ്കിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഈ അടുത്തിടെയായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലുണ്ടായൊരു സംഭവം കൂടി പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്കാം. വയനാട്ടിൽ ധ്യാന ശുശ്രൂഷയിലായിരുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ കൊച്ചെന്നോട് പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ എന്നോട് പറഞ്ഞു ആത്മഹത്യ ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഒരു പള്ളിയിലച്ഛൻ്റെ ചെറുക്കൻ, ധ്യാനത്തിന് പോകുന്ന അച്ഛൻ്റെ ചെറുക്കൻ ആത്മഹത്യ ചെയ്താൽ എന്ത് നാണക്കേടായിരിക്കണം, നീ ഇതുപോലത്തെ പണിയൊന്നും കാണിക്കരുതെന്ന് പറയും. അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു, അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചാവുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാടാ ചാവടേന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്കന്ന് വയനാട്ടിലൊരു ചെറിയ കോറിയുണ്ട്. കോറി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? ഈ എന്താ ഇതിന് പറയുന്നത്, പാറ പൊട്ടിക്കുന്നൊരു സ്ഥാപനമുണ്ട്. അപ്പം അതിൽ വർക്ക് നടക്കുന്ന പിള്ളേർക്ക് അറിയാം. അവൻ പറഞ്ഞു, ഈ പാറ പൊട്ടിക്കാൻ കൊണ്ടുപോകുന്ന വടവെടുത്ത് കഴുത്തേ ചുറ്റി ഞാൻ ഒറ്റ ചാട്ടം ചാടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ എങ്ങാനും നീ ചെയ്യും, ആ വടം വണ്ണമുള്ള വടമാണ്, അത് കയറ് നിനക്ക് കഴുത്തെ കെട്ടാനും പറ്റത്തില്ല. താഴെ എങ്ങാനും പോയി കഴിഞ്ഞാൽ നട്ടൽ തകർന്നു പോകും, ജീവിതകാലം മുഴുവൻ നിന്നെ ചുമക്കേണ്ടി വരും. അതുകൊണ്ട് പൊന്നുമോൻ അങ്ങനെയല്ല മരിക്കേണ്ട, അച്ഛൻ വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. വീട്ടിൽ ആടിന് കിട്ടുന്ന കയറുണ്ട്, വണ്ണം കുറഞ്ഞാന്ന് പറഞ്ഞു, അത് വേണം എടുക്കാൻ. പിള്ളേർ കുറവായതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു, എനിക്ക് പിള്ളേരില്ല അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഊരാ കൊടുക്കെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, ആ കൊടുക്കിടണം. അത് 2 സ്ഥലത്തിടണം. ആദ്യം ഫാനിൻ്റെ മുകളിലിടണം, എന്നിട്ട് അത് കെട്ടിൻ്റെ വിഴുതമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഹാങ് ചെയ്ത് നന്നായി തൂങ്ങി നോക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് മേശ ഇടണം, മേശയുടെ മുകളിൽ കസേര വെക്കണം, കസേരയുടെ മുകളിൽ മോന് പൊക്കമുള്ള രീതിയിൽ കയറണം. എന്നിട്ട് എന്ത് ചെയ്യണം, കഴുത്തേൽ ഇങ്ങനെ ഇട്ട് അത് കെട്ടേണ്ട വിധമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നീ ചത്താൽ നിന്നെ അവിടുത്തെ അമ്പലവയിലുള്ള മോർച്ചറി കൊടുത്തേക്കും, അവിടെ അടക്കുമെന്നല്ലാതെ ഒരു ആമീനും ഉണ്ടാവില്ല, കുറിയലൈസനും ഉണ്ടാവില്ല. എനിക്കും നാണക്കേട്, പ്രസംഗിക്കാനും പറ്റത്തില്ല. പ്രസംഗിക്കുന്ന അച്ഛൻ്റെ കൊച്ചിനിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ നാണക്കേടാണ്. പിന്നെ നിൻ്റെ സമാധാനത്തിന് വേണമെങ്കിൽ സ്വർഗ്ഗസ്നായ പിതാവ് ചെല്ലിക്കോ, ചത്തേക്കടന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് ഇരിക്കുന്ന പോലെ തന്നെ എൻ്റെ കൂടെയുള്ളവരൊക്കെ ചോദിച്ചു, താനൊക്കെ ഒരു അച്ഛനാണോട് ഇതുപോലത്തെ വർത്താനം പറയാൻ പാടുണ്ടോ? എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പറയാൻ പാടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് എൻ്റെ ചെറുക്കൻ അതിക്കടെ പോകാൻ നേരത്ത് ചോദിച്ചു, എടാ അപ്പൻ അങ്ങനെ പറഞ്ഞു, നിനക്ക് വിഷമായി എവിടാന്ന് ചോദിച്ചു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? മോൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും ചാവരുതിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൊച്ചു പറഞ്ഞു, അതേ ഞാൻ ചത്താ എനിക്ക് പോയി, അച്ഛൻ ഇനിയും പിള്ളേരുണ്ടാവും, എൻ്റെ കാര്യം അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഇതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ഒരെണ്ണേ ഉള്ളൂ.
KTM ബൈക്ക് നാളെ എൻ്റെ വീട്ടിൽ വേണം, ഇല്ലെങ്കിൽ ഞരമ്പ് ഞാൻ മുറിക്കും, എല്ലാം പെട്ടിക്ക് മണ്ണിടാൻ തയ്യാറായിക്കൊള്ളാനായി പറയണേ. ഈ പോരുന്ന 2 ദിവസം മുമ്പ് ഒരു അപ്പനും അമ്മയും കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ 18ാമത്തെ വയസ്സിൽ മോള് പറഞ്ഞേക്കണം, അവൾ പറയുന്നവനെ പ്രേമിക്കാൻ വിടണം. പണ്ട് പ്രേമത്തിന് സമ്മതം കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല പറയണേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും, ഇഷ്ടമുള്ളിടത്ത് ഞങ്ങൾ ജീവിക്കും, 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു തരണം, 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പെട്ടിക്ക് മണ്ണിട്ടോളാൻ. 2 or 3 ഒക്കെ കാർ ഓടിക്കാൻ നേരത്താണെങ്കിൽ 4 ഉള്ളൂ, അതിനും സ്റ്റെപ്പിനി വെക്കുന്നവരാ നമ്മൾ. 2 or 3 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എഴുന്നേറ്റ് പോടാ അതിൻ്റെ വഴിക്കെന്ന് പറയാൻ പറ്റുമായിരുന്നു. ആർക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ചത്? നിങ്ങൾ ആർക്ക് വേണ്ടി ഈ ജീവിതമൊക്കെ നയിച്ചത്? ഇപ്പം ടെൻഷൻ മാറണം പറഞ്ഞ് നിങ്ങൾ ഏത് കൺവെൻഷൻ കൂടിയിട്ടിരിക്കുന്നു നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണേ. പ്രസവം നിർത്തിയത് കൊണ്ടും മക്കളുണ്ടായത് കൊണ്ടും ഞാൻ ഈ പ്രസംഗം പറഞ്ഞത് കൽദായ സഭയ്ക്ക് ഇനിയും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായവർക്ക് മനസ്സിലായി കാണും. പ്രസവം നിർത്തിയാലും മക്കളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്നേഹമുള്ളവരെ, ജന്മത്തെ ബഹുമാനിക്കണം. ഒന്നും പറ്റിയില്ലെങ്കിൽ അച്ഛന്മാരൊക്കെ പറയും, നിങ്ങൾക്ക് ഇഷ്ടം പോലെ മക്കളുണ്ടാവട്ടെ, അച്ഛന്മാർക്ക് മാതൃകയാവണം, 5-6 മക്കളൊക്കെ അച്ഛന്മാർക്ക് ഉണ്ടാവട്ടെ. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ അച്ഛന്മാരെ നാട്ടുകാർക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടാകാനാണ്? നമ്മൾ 2 കൊണ്ട് നടന്നിട്ട് അവസാനം പറയാം, നീ ബാക്കിയുള്ള, അപ്പോൾ അവർ നാട്ടുകാർ പറയാം, പിന്നെ അച്ഛനിന് പ്രസംഗം ഉണ്ടായിട്ട് അച്ഛൻ 2 ഉള്ളൂ, പിന്നെയാണ് ഞങ്ങൾക്കെന്ന് പറയും. കല്യാണം കഴിക്കുന്നവൻ എങ്ങനെയെങ്കിലും കുറച്ച് കാലം കഴിയുമ്പം കല്യാണം കഴിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നത്. കല്യാണം കഴിക്കാതിരിക്കുന്നതിന് കുറച്ച് കഴിയുമ്പോൾ പറയും കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. കുടുംബജീവിതക്കാർക്ക് ഇപ്പോൾ ദേറാക്കാരാവണം, ദേറാക്കാർക്ക് ഇപ്പോൾ കുടുംബജീവിതക്കാരാവണം എന്നാണ് ആഗ്രഹം. സത്യത്തിൽ അവനവന് കൊടുത്ത വെളിയും അവനവന് കൊടുത്ത തിരഞ്ഞെടുപ്പ് അവനവൻ ചെയ്യുക. സഭയ്ക്ക്, സമൂഹത്തിന് ജന്മത്തെക്കുറിച്ച് ബോധ്യം ഇന്ന് ക്രിസ്ത്യാനി കൊടുത്തില്ലെങ്കിൽ ഞാനീ പറഞ്ഞതിൻ്റെ ആഴം ഇന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. 10-25 വർഷം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പള്ളിയിൽ ചുക്കിലി ഉടയ്ക്കാൻ ആളുണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വീട്ടിരിക്കുന്ന കസേരകളിലിരിക്കാൻ, കയ്യെ പിടിക്കാനോ കാലയെ പിടിക്കാൻ 2-3 പേരുണ്ടാവും. നമ്മുടെ മക്കളില്ല. നമ്മുടെ മക്കൾ വിദേശത്ത് പോകുന്നതിൽ തെറ്റും പറയാനില്ല. ഒരാൾ വിദേശത്ത് പോട്ടെ, ഒരാൾ കെട്ടിച്ചു വിട്, ഒരാൾ കൃഷി ചെയ്യുന്ന കാര്യം നോക്കട്ടെ, ഒരാൾ അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കട്ടെ. മക്കളുണ്ടായിരുന്നെങ്കിൽ നമുക്കിന്ന് സമ്പത്തില്ലാത്തതുകൊണ്ടാണോ? റേഷൻ കടയിൽ പോലും നമുക്ക് അരി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിന്ന് സമ്പത്തില്ലാത്തതുകൊണ്ടാണ്. എല്ലാം നമുക്കുണ്ട്, പക്ഷെ നമ്മൾ മനസ്സ് വെച്ചില്ല. നമ്മൾ മനസ്സ് വെക്കാത്തതുകൊണ്ട് ഈ മനസ്സിൻ്റെ ഭാരം മുഴുവൻ നമ്മളെ തളർത്തുകൊണ്ടിരിക്കുക. സഭയും സമൂഹവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇനിയെങ്കിലും നമ്മൾ ഉണർന്നേ മതിയാകും. ഇനിയെങ്കിലും ഓരോ ജന്മത്തെ കാണുമ്പോൾ പറയണം, ദൈവമേ, കൽദായ സഭയിൽ നാളെ ഒരു ബിഷപ്പാകാനുള്ള, കൽദായ സഭയിൽ നാളെ ഒരു അച്ഛനാവാനുള്ള, കൽദായ സഭയിൽ ഒരു സിസ്റ്റർ ആവാനുള്ളതാണ്. പ്രസവം നിർത്താനുള്ളവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, കൽദായ സഭയിൽ നിങ്ങൾ കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങ് തന്നേരെ. പുതിയ അന്തോണീസ് നേരെ തുടങ്ങുന്നുണ്ട്. അവിടെ ഈ ലോകത്ത് മക്കൾ ജീവിക്കട്ടെ. സ്വർഗത്തിലെ മക്കൾ പറയട്ടെ, അപ്പാ ഞങ്ങൾ പോട്ടെ അപ്പാ, ക്രിസ്തീയ കുടുംബത്തിൽ പോട്ടെ അപ്പാ എന്ന് പറയുന്ന മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റാത്ത ദമ്പതികളുടെ കണ്ണുനീര് ഇനി ഭൂമിയിൽ വീഴരുത്. അതിനൊരു കാരണം ജന്മം കൊടുക്കാൻ കഴിവുള്ളവൻ അത് വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഭൂമിയിൽ ജന്മത്തെ ആദരിക്കണം. നമുക്കൊരു ജന്മത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. എൻ്റെ ജന്മം ദൈവം തന്ന ജന്മമാണ് എങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ ജന്മം അതും മഹത്തരമായ ജന്മം. കൂടുതലൊന്നും ബഹുമാനിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്വരൂപമാണ് എൻ്റെ ഭാര്യ എന്ന് പറ്റണം. മക്കളെ നോക്കി ശപിക്കരുത്. ദൈവത്തിൻ്റെ ജന്മമാണ്. അവർക്കറിയില്ല. അവരാരും അപ്പൻ്റെ അമ്മയുടെ അനുവാദം കിട്ടി ഭൂമിയിൽ വന്നവരല്ല. പിന്നെ എന്തിന് നമ്മൾ അവരോട് കയർക്കുന്നു? നമ്മളവരെ കുറ്റപ്പെടുത്തുന്നു. നമുക്ക് എല്ലാം ഏറ്റവും ബെസ്റ്റ് ആവണമെന്ന് പറയണത് എന്തിനാ? എല്ലാം ബെസ്റ്റായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഈ പള്ളി നോക്കും നിങ്ങൾ, അവിടെ മദ്ബഹ മാത്രമല്ല, ആ പള്ളിക്കും ഒരു ടോയ്ലറ്റുണ്ട്. ടോയ്ലറ്റ് ഇല്ല എങ്കിൽ ഈ മദ്ബഹായിലും ആളുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെല്ലാം ബെസ്റ്റ് ആവണമെന്ന് പറഞ്ഞ് വാശി പിടിക്കല്ലേ. ചിലതൊക്കെ ബെസ്റ്റാവും, പക്ഷേ അപ്പനെയും അമ്മയും നോക്കാൻ ഒരു കഴിവും വേണ്ട, ഒരു ശക്തിയും വേണ്ട, സ്നേഹം മാത്രം മതി. മക്കൾക്ക് ജന്മം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ സ്വർഗം കരയില്ല, ഭൂമി കരയില്ല. ദൈവം അതിന് ഇടയാക്കട്ടെ. മക്കൾക്ക് ജന്മം കൊടുക്കുന്ന ജീവൻ്റെ വക്താക്കളായി തീരുവാൻ ഈ സുവിശേഷം നമുക്ക് സഹായിക്കട്ടെ. അടുത്ത വർഷം ഔഗേൺ പിതാവ് വരുമ്പോൾ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് കൽദായ സമുദായത്തിലേക്ക് ഇത്രയും ആൾക്കാരെ ജന്മം കൊടുത്തതിൻ്റെ കണക്ക് നിങ്ങൾ കൊടുത്താൽ എനിക്കും സന്തോഷമായി. ദൈവമേ, ഒരു സുവിശേഷ വേല കൊണ്ട് ഇത്രയും പേരെങ്കിലും മാനസാന്തരപ്പെട്ടല്ലോ. ഇന്ന്
പ്രസംഗിക്കാൻ പോകാത്തതിൻ്റെ കാര്യം പ്രസംഗ തൊഴിലാളികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കുറേ ആശയങ്ങളും കുറേ ബൈബിളിലെ കസർത്തുകളും നടത്തി നല്ല പ്രസംഗം എന്നുള്ള മാർക്കും കൊണ്ടൊന്നും ഞാനും രക്ഷപ്പെടുന്നില്ല, നിങ്ങളും രക്ഷപ്പെടില്ല. നല്ല പ്രസംഗം കേൾക്കാൻ യൂട്യൂബ് അടിച്ചു നോക്കിയാൽ സുന്ദരന്മാരും സുമുഖന്മാരും തമാശ പറയുന്നവരും ബൈബിളിലെ ആഴങ്ങൾ പറയുന്നവരായ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ വരുന്ന ജിസൻ പോളൊക്കെ, ആ അച്ഛനൊക്കെ എന്ത് ആഴത്തിൽ സുവിശേഷ വചനം പറയുന്ന ആളോ നിങ്ങൾക്കറിയാമോ? പക്ഷെ നമുക്കൊരു കുഞ്ഞു ദൗത്യമുണ്ട്. ജന്മത്തെ ആദരിക്കണം, അത് വളർത്തണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ കൺവെൻഷന് കടന്നു വരാനിടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനൊരു വേദി ഒരുക്കിയ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു.